ഹലോ 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 എല്ലാവർക്കും എഴുതാപ്പുറത്തിന്റെ ലൂഡോ തീമിലേക്ക് സ്വാഗതം. പച്ച മഞ്ഞ നീല ചുവപ്പ് നിറങ്ങളിൽ എഴുതാപ്പുറത്തിന്റെ അണിയറ പ്രവർത്തകർ ഇതാ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഫാന്റസി ആണ്. നമ്മൾ കുറച്ച് ഫാന്റസി നോവലുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. ചിലതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തതിൽ ഓവർലാപ്പ് വരും. അപ്പോൾ ഫാന്റസി ജോണർ എനിക്ക് തോന്നുന്നു അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിരിക്കുന്ന 3 സീരീസ് ആയിരിക്കും ലോർഡ് ഓഫ് ദ റിങ്സ്, ഹാരി പോട്ടർ ആൻഡ് ഗെയിം ഓഫ് ത്രോൺസ്. ഞാനിതിൽ ലോർഡ് ഓഫ് ദ റിങ്സ് മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഹാരി പോട്ടർ ഇവിടെ വീട്ടിൽ ഏറ്റവും വലിയ അടിയുടെ കാരണമാണ്. ഞാൻ ചെറുക്കനെ കൊണ്ട് വായിപ്പിക്കാൻ നോക്കാം, അവൻ വായിക്കണേ ഞാൻ കൂടെ ഇരുന്ന് വായിക്കാമെന്നുള്ള രീതിയിൽ. പക്ഷെ അവന് നോൺ ഫിക്ഷൻ ഇഷ്ടമല്ല, ഫിക്ഷൻ ഇഷ്ടമല്ല, നോൺ ഫിക്ഷൻ മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹാരി പോട്ടർ വായിച്ചിട്ടുള്ളവർ തുടങ്ങട്ടെ. ഐ തിങ്ക് ബൈബിള് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്നത് ഹാരി പോട്ടർ ആണെന്നാണ് കേട്ട് കേൾവി. അപ്പോൾ ഹാരി പോട്ടർ ഫാൻസ് അസംബിൾ. എന്റെ കുട്ടി എന്റെ അടുത്ത് നാള് വന്നിട്ട് അമ്മ ഹാരി പോട്ടർ വായിച്ചിട്ടുണ്ടോ? ലജ്ജയില്ലേ എന്നോട് ഇത് ചോദിക്കാനായിട്ട്? ഞാൻ ഹാരി പോട്ടർ വായിച്ചിട്ടുണ്ടോ? സോ ഹാരി പോട്ടർ ഐ തിങ്ക് അഗൈൻ ദിസ് ഇസ് എ സ്റ്റോറി ഐവ് സെഡ് ബിഫോർ ഓൾസോ. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റോറിയാണ്. എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കുന്ന സമയത്താണോ അത് എഞ്ചിനീയറിംഗിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഹാരി പോട്ടർ ഫസ്റ്റ് വായിക്കുന്നത്. ആൻഡ് അന്ന് ഞാൻ ആ ഫസ്റ്റ് 5 ബുക്സ് ഒരുമിച്ചാണ് വായിച്ചത്. മൈ കസിൻസ് ഹാഡ് എ കോപ്പി. അവരുടെ അടുത്ത് പ്രോപ്പർ നല്ല ഹാർഡ് ബൗണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവർ ഗോബ്ലെറ്റ് ഓഫ് ഫയറിന്റെ ബുക്ക് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഇത്രയുണ്ട് ആ ഗോബ്ലെറ്റ് ഓഫ് ഫയറിന്റെ ബുക്ക്. അപ്പൊ ദ ഫസ്റ്റ് ബുക്ക് വായിച്ചപ്പം ഇറ്റ് വാസ് എ ബിറ്റ് ഓഫ് എ ചൈൽഡിഷ് ബുക്ക്, ബട്ട് ദെൻ ഐ വാസ് ഇൻവെസ്റ്റഡ്. ആ ഒരു യൂണിവേഴ്സിൽ ഞാൻ കുറച്ച് ഇൻവെസ്റ്റഡ് ആയി. സെക്കൻഡ് ബുക്ക് വായിച്ചോടെ പിന്നെ ഒരു തിരിച്ചുവരവില്ലാന്ന് മനസ്സിലായി. Now you're completely into it. ഈ 5 ബുക്സ് വായിച്ചു കഴിഞ്ഞിട്ട് there's a long gap for me before I got to read the 6th one. ഹാഫ് ബ്ലഡ് പ്രിൻസ് ആയിരുന്നല്ലേ 6th one അല്ലേ? അതെ, അപ്പൊ അത് അല്ല, അത് വായിക്കാനായിട്ട് ഫിഫ്ത്ത് അല്ലേ? 6th ബുക്കാണ് ഹാഫ് ബ്ലഡ് പ്രിൻസ്. 7th അല്ലേ ഡെത്ലി ഹാലോസ്? 6th ഏതായിരുന്നു? 6th ആയിരുന്നു ഹാഫ് ബ്ലഡ് പ്രിൻസ്. ഓ സോറി. ഓക്കെ. ബിറ്റ്വീൻ 5 and 6 there was a big gap. ഞാൻ അതിന്റെ ഇടയ്ക്ക് കൂടെ എന്റെ ജീവിതത്തിൽ പല പല സംഭവങ്ങളും സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ തിരിച്ചെത്തുന്നത്. ആൻഡ് ഇറ്റ് ഡിഡ്ന്റ് ടേക്ക് ആ ഒരു ഇത്രയും ഗ്യാപ്പ് എടുത്തു എന്നുള്ളത് നമുക്കൊരു കംപ്ലൈന്റേ അല്ലാണ്ടായി. അത് വൺസ് യു റെഡ് ആൻഡ് ദെൻ യു മൂവീസ്, പിന്നെയാണ് ഞാൻ മൂവീസ് കാണാൻ തുടങ്ങിയത്. ആൻഡ് ഐ ഡിഡ്ന്റ് വാച്ച് ദ മൂവീസ് ബിക്കോസ് ഐ ഹാഡ് നോട്ട് ഫിനിഷ് ദ സീരീസ്. What makes Harry Potter different is on the universe building. It's an extensive universe. It is appealing to adults and to children. Equal paths. There are, and as you look at it, namli Stranger Things ഒക്കെ കാണുന്ന മാതിരിയാണ്. You see children growing up through the years. ഈ 7 വർഷത്തില് they are going, അവരുടെ റിലേഷൻഷിപ്സ് വിത്ത് ഈച്ച് അതർ മാറുന്നുണ്ട്, അവരുടെ തോട്ട് പ്രോസസ്സ് മാറി, മെച്യൂറിങ് ത്രൂ ദ ഇയേഴ്സ്, ആൻഡ് ദാറ്റ്സ് ബ്യൂട്ടിഫുള്ളി ക്യാപ്ചേർഡ് ഓൾസോ. ആൻഡ് ദ വേ ദേ പെർസീവ് ദ വേൾഡ്, ദ ഡേഞ്ചേഴ്സ് ദേ ഫേസ് ഓൾസോ കൂടി വരും. അതിന്റെ സ്കെയില് ഫിലോസഫേഴ്സ് ടോൺലി ഇറ്റ് വാസ് ജസ്റ്റ് ഓൾ ഫൺ ആൻഡ് ഗെയിംസും മറ്റേ ഫ്രോഗ് മിഠായിയും ട്രെയിൻ ടു ഇതൊക്കെ ആണെങ്കിൽ, ഹോഗ്വർട്സ് ഒക്കെ ആണെങ്കിൽ, by end of the book this becomes very serious, this becomes very political also. Stakes are high. Alle stakes are very high, there are deaths, it becomes very dark by the time you reach book 6 and 7. And ഇത് സ്പോയിലർ ഒന്നുമല്ല, എല്ലാവരും ഹാരി പോട്ടർ വായിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്തത്, I didn't think anything in Harry Potter could surprise me, was സ്നേപ്പിന്റെ ക്യാരക്ടർ റെവലേഷൻ ആയിരുന്നു. ആൻഡ് ഇറ്റ് ചേഞ്ച് ദ വേ ഐ സോ സ്നേപ്പ്. ആൻഡ് അത് ഇങ്ങനൊരു ചേഞ്ച് ആയിരുന്നു എനിക്ക്. അതുവരെ എനിക്ക് സ്നേപ്പിനെ കണ്ടുകൂടായിരുന്നു. ഇയാളത് എന്ത് മനുഷ്യൻ, എപ്പോൾ നോക്കിയാലും ഈ ഹാരിനെ ചൊറിഞ്ഞുകൊണ്ട് കിടക്കുന്നത്. നമ്മുടെയൊക്കെ സ്കൂളിൽ കുറച്ച് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ എപ്പോഴും നമ്മളെ ടാർഗറ്റ് ചെയ്യുന്ന ചില ടീച്ചേഴ്സ്, വെറുതെ പോണ വഴിക്ക് പണി വരുന്നത്.
എനിക്ക് സ്നേഹിപ്പിനെ സംബന്ധിച്ച് സ്നേഹിപ്പ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു. ഒരു ആവശ്യമില്ലാണ്ട് ഈ പിള്ളേരെ ഉപദ്രവിച്ചുകൊണ്ട് നടക്കുക. അങ്ങേർക്ക് ഭയങ്കര പാർഷ്യാലിറ്റി ആണെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് സ്ലിത്തറിൻ ഹൗസിനോട്. അപ്പൊ എനിക്ക് ഞാനത് മേ ബി ഞാൻ വായിച്ച സ്കൂൾ കഴിഞ്ഞോണ്ട്. അപ്പൊ ഈ ഹൗസും ഫാക്ഷനും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. ഓ, എന്റെ ഹൗസിന് പോയിന്റ് കിട്ടിയില്ല, മറ്റേ ഹൗസിനോട് ടീച്ചർ പാർഷ്യലായിരുന്നു എന്ന് പറഞ്ഞമാര് എനിക്ക് സ്നേഹിപ്പിന് ഞാൻ ആ ഒരു ബോക്സിലാണ് ഇട്ടിരുന്നത്. ആൻഡ് ഹാഫ് ബ്ലഡ് പ്രിൻസ് ചേഞ്ച് ദാറ്റ് ഫോർ മീ. അപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതിൽ ആക്ച്വലി സ്നേപ്പ് ഭയങ്കര നല്ലൊരു ക്യാരക്ടറായിരുന്നു. ഞാൻ ഹാരിയുടെ അച്ഛനെ കുറിച്ച് നമ്മൾ വിചാരിച്ചിരുന്നതും ഒക്കെ മാറി. ലൈക്ക് ആ ബുക്സ്, ഇറ്റ്സ് നോട്ട് ഓൾവേസ് ഹൂ യു തിങ്ക് പീപ്പിൾ ആർ എന്നും കൂടെ പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ് നമുക്ക്. അതാണ് എനിക്ക് ഹാരി പോട്ടറിന്റെ കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ. I've got a full collection തുറക്കാതെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഇൻ ഇന്ത്യ. ഞാനത് എനിക്ക് 10 വർഷത്തിൽ കൂടുതലായി വാങ്ങിച്ചിട്ട് ഞാൻ തുറന്നിട്ടില്ല. ഐ ഡോണ്ട് നോ ഇഫ് ഐ തിങ്ക് മൈ സൺ ഇസ് റെഡി ടു റീഡ് ആൻഡ് ഹിൽ ബി ഇൻവെസ്റ്റഡ് ഇൻ ഇറ്റ്. ഞാൻ അതിന്റെ ഇത് പൊളിക്കും, അല്ലെങ്കിൽ ഞാനത് പ്ലാസ്റ്റിക് കവർ പൊളിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇതിന്റെ. Harry Potter is one of the biggest milestones in most people's reading journey. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇത് ഇറങ്ങിയ ശേഷം ഇത് റെക്കമെൻഡ് ചെയ്തിട്ട് വായനാശീലം തുടങ്ങിയ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ആൻഡ് ലൈക്ക് ലേഖ സെഡ്, ഇത് this we grow up along with the books. നമ്മൾ ഈ ഫസ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഇറ്റ്സ് എ വെരി ബോയിലർ പ്ലേറ്റ് എന്ന് പറയുന്നില്ല, ഇറ്റ്സ് മച്ച് മോർ സുപ്പീരിയർ ദാൻ മോസ്റ്റ് അതേഴ്സ് ഇൻ ദ ജോണർ. വളരെ നല്ലൊരു കിഡ്സ് അഡ്വെഞ്ചർ ജേർണിയാണ്. ബട്ട് ആസ് യു പ്രോഗ്രസ് ഇറ്റ് ഗെറ്റ്സ് ഡാർക്കർ. കിഡ്സ് ആർ ഇൻ മോർ ഡേഞ്ചർ. ദർസ് പൊളിറ്റിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു നാസി ചിന്താഗതിയും അതിനെക്കുറിച്ചൊക്കെ പതുക്കെ അത് റെലവന്റ് ആയിട്ട് വരുന്നുണ്ട്. ലാംഗ്വേജ് മാറുന്നുണ്ട്. അറ്റ് ഫസ്റ്റ് ഇറ്റ്സ് ഓൾ വെരി പോളിഷ്ഡ്, ഒരു kid friendly language ആണ്. But if you progress to the 7th, I think starting from the 5th onwards, it's becomes more adult oriented language, അങ്ങനെ വേണമെങ്കിൽ പറയാം. And characters are in real danger. One of the things I really liked is ഒരുപാട് characters ഉണ്ട് ഹാരി പോട്ടറിൽ, but you can keep track of them naturally. അങ്ങനെ ഒരു ഗുട്ടൻസ് വരുന്നുണ്ട്. സീക്രട്ട് എന്താന്ന് എനിക്കറിയില്ല, ബട്ട് ദേ ഹാവ് ഡൺ ഇറ്റ്. ഷീ ഹാസ് ഡൺ ഇറ്റ് റിയലി നൈസ്ലി. ജെ.കെ. റോളിംഗ്. എനിറ്റ് ബ്ലൈറ്റന്റെ ബുക്സ് വായിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു ഹാരി പോട്ടറിന്റെ ഒരു എന്താ പറയുക USP. മീൻസ് അത് ഞാൻ എവിടെ വായിച്ചു കേട്ടിട്ടുണ്ട്. പക്ഷെ ശരിയാണ്, കാരണം ഇപ്പോൾ എല്ലാവരും അവരവിടെ ഇപ്പോൾ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ ഏറ്റവും കൂടുതൽ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ UK ബേസ് ചെയ്ത് UK-യിലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ബുക്ക് ഇറങ്ങുന്നത്. അവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനുള്ളൊരു ഇത് വന്നത് കാരണം ഇറ്റ് വാസ് ഇൻസ്പയർഡ് ഫ്രം എനിറ്റ് ബ്ലൈറ്റൺ. ഐ മീൻ അങ്ങനെയല്ല, സിമിലർ ആണ്. കാരണം പ്ലോട്ട് ലൈൻസ് ആർ സിമിലർ. ബിക്കോസ് നമ്മൾ വില്ലൻ എന്ന് വിചാരിക്കുന്ന ആൾ അൾട്ടിമേറ്റ്ലി ടേൺസ് ഔട്ട് ടു ബി ഐ മീൻ ലൈക്ക് ഫസ്റ്റ് ഇതിൽ നോക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ പ്രൊഫസർ ക്വിറൽ എന്ന് പറഞ്ഞ ഒരു നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് അവസാനം വില്ലനാവുന്നത്. പിന്നെ നമ്മൾ വിചാരിച്ചിരുന്നൊരു ഒരു പ്രശ്നക്കാരനെന്ന് പറയുന്ന ആളത് പുള്ളി അതിനെ എന്താ പറയുക രക്ഷപ്പെടുത്താൻ നോക്കുമായിരുന്നു എന്ന് പറയുന്നില്ല. സ്നേപ്പ് ഇവനെ എന്തോ ഒരു ചാമ്പ് വെച്ചിട്ട് രക്ഷപ്പെടുത്താൻ നോക്കുമായിരുന്നു. അങ്ങനെ കുറേ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഫുഡ് ഐറ്റംസിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവും. പിന്നെ അൾട്ടിമേറ്റ്ലി ഇതൊരു അഡ്വഞ്ചർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഞാൻ ആ ഫസ്റ്റ് ബുക്ക് വായിച്ചപ്പോൾ എൻ്റെ ഇമ്പ്രഷൻ അതായിരുന്നു. പക്ഷെ ബുക്കല്ല ഞാൻ ആദ്യം വായിച്ചത്, ഞാൻ സിനിമകൾ കണ്ടിട്ടാണ് ബുക്കിലേക്ക് വരുന്നത്. അപ്പോൾ ബുക്ക് വായിച്ചപ്പോൾ എൻ്റെ ഇമ്പ്രഷൻ എങ്ങനെയാണ്, വലിയ കാര്യമൊന്നുമില്ല, നോക്കണ്ട എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ചേംബർ ഓഫ് സീക്രട്സ് ഇരിക്കുന്നതുകൊണ്ടും അത് വായിച്ചു. ചേംബർ ഓഫ് സീക്രട്സ് വായിച്ചപ്പോൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും ചേംബർ ഓഫ് സീക്രട്സ് വായിച്ചപ്പോൾ അതെനിക്ക് കുറേ കൂടി സിനിമയെക്കാളും കൂടുതൽ കണക്ട് ചെയ്തു. പിന്നെ ഇത് മുന്നോട്ട് പോകുന്തോറും അവർ ഡയറക്ടേഴ്സിനെ മാറ്റിക്കൊണ്ടിരുന്നു സിനിമകളുടെ. ക്രിസ് കൊളംബസ് മാറി ഇവർ ടീൻസിലേക്ക് കടന്നപ്പോൾ ക്രിസ് കൊളംബസിന് പകരം അൽഫോൻസോ ക്യൂറാൻ വന്നു ഡയറക്ടറായിട്ട്. എനിക്ക് തോന്നുന്നത് ഗോബ്ലറ്റ് ഓഫ് ഫയർ അല്ല, അതിന് മുമ്പുള്ള ഫിലിം എനിക്ക് തോന്നുന്നു അസ്കബാൻ മുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ ഇപ്പം ക്രിസ് കൊളംബസ് കൂടുതൽ ചിൽഡ്രൻസ് മൂവീസ് ഡയറക്റ്റ് ചെയ്ത ആളാണ്. പിന്നെ അത് കഴിഞ്ഞ് പതുക്കെ കുറച്ചുകൂടി മെച്യൂർ ആയിട്ടുള്ള ഡയറക്ടേഴ്സിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ പുള്ളിക്കാരി എഴുതിയ ടെക്സ്റ്റിന്
ഒരു ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്ന രീതിയിലാണ് സ്ക്രീൻ പ്ലേ വരാൻ തുടങ്ങിയത്. പക്ഷെ എല്ലാം ഒന്നും ഒരിക്കലും ഒരു സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് വൈ ദേ ഡിവൈഡഡ് ഡെത്ലി ഹാലോസ് ഇൻ ടു പാർട്സ് ഫിലിം ആക്കാൻ വേണ്ടിയിട്ട്. 8 സിനിമയും 7 ബുക്സുമാണ്. അപ്പോൾ നേരത്തെ ലേഖ പറഞ്ഞതുപോലെ ഹാരി പോട്ടറിൻ്റെ കൂടെ നമ്മൾ വളർന്നു വരുമായിരുന്നു. ഓരോ ബുക്ക് വരുമ്പോഴും നമ്മൾ പതുക്കെ അതിൻ്റെ കൂടെ മെച്യൂറായിട്ട് വരുന്നു. നമുക്ക് ചുറ്റുമുള്ള ലോകം മാറി വരുന്നു. അതായത് 6th ഹാഫ് ബ്ലഡ് പ്രിൻസ് എത്തിക്കഴിഞ്ഞപ്പോൾ ആ സ്കൂള് പോലും സേഫ് അല്ല എന്നുള്ളൊരു, അതായത് സ്കൂളൊരു സാങ്ച്വറി ആയിരുന്നു പലർക്കും. അതായത് ഡാർക്ക് പവേഴ്സ് എത്താത്തൊരു സാങ്ച്വറി ആയിരുന്നു. അവസാന ഭാഗമായി കഴിഞ്ഞപ്പോൾ സ്കൂള് പോലും സേഫ് അല്ലെന്നൊരു ഘട്ടത്തിലെത്തി. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ, ശരിക്കും പറഞ്ഞാൽ പല ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും പ്രൊട്ടഗണിസ്റ്റിൻ്റെ കൂടെ പോവാതെ നെവിൽ ലോങ് ബോട്ടം എനിക്ക് ഭയങ്കര ഒരു ഗ്രോത്ത് തോന്നിയൊരു ക്യാരക്ടറാണ്. നമ്മൾ ആദ്യം എന്ത് പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ആയിരുന്നില്ല. നെവിൽ അവസാനമായപ്പോൾ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഏറ്റവും ബ്രേവസ്റ്റ്, എനിക്ക് തോന്നുന്നു നെവിലും ലൂണയാണ് ഞാൻ ഹാരി പോട്ടർ വായിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എൻ്റെ കൂടെ വന്ന ക്യാരക്ടേഴ്സ്. ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ പതുക്കെ ഈവൻ ദ മെയിൻ ഡ്രൈവറിനെ വരെ ഞാൻ പതുക്കെ ഒഴിവാക്കി. ഇവരാണ് എൻ്റെ കൂടെ തിരിച്ച് വന്നതെന്ന് പറയാനുള്ളത്. ഒബിയസ്ലി സ്നേപ്പ് അതിനകത്തുണ്ട്. ഈ പറഞ്ഞ പോലെ സ്വിച്ച് ഇട്ട പോലെ അങ്ങ് മാറി എങ്കിലും, അതായത് നമ്മളെന്താ പറയുന്നത്, റിട്രോഫിക്റ്റിംഗ് എന്ന് പറയുന്നത്, അതായത് തിരിച്ച് എല്ലാത്തിനെയും മാറ്റി എഴുതി ഇനി എന്തുകൊണ്ടാണ് പുള്ളി അതൊക്കെ ചെയ്തതെന്നുള്ളൊരു ജസ്റ്റിഫിക്കേഷനൊക്കെ കൊടുത്തു. എന്നാലും സ്നേപ്പ് എന്ന ക്യാരക്ടർ എനിക്ക് തോന്നുന്നത് അലൻ റിക്മാൻ്റെ പോർട്രയിലാണ്. ഇപ്പം ഞാൻ ബുക്കിനകത്ത് ഞാൻ ഒന്നാമത്തെ തന്നെ ഡെത്ലി ഹാലോസ് മുഴുവൻ എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് ആ ഒരു സെക്ഷൻ എത്തിയില്ല. കാരണം എഞ്ചിനീയറിംഗിൻ്റെ എക്സാമിൻ്റെ തലേദിവസമാണ് എനിക്ക് ബുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ മുഴുവൻ വായിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അലൻ റിക്മാൻ്റെ പോർട്രയിൽ മാത്രമേ എനിക്ക് ഓർമ്മ കിട്ടൂ. അങ്ങനെ ഒരു അഭിനേതാവ് ഉള്ളത് കൊണ്ട് എന്താ പറയുക, ആ ക്യാരക്ടറിനെ ഒരുപാട് എലിവേറ്റ് ചെയ്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ടെക്സ്റ്റ് എങ്ങനെയാണെന്ന് ഇപ്പോഴും അറിയില്ല, വായിച്ചു നോക്കണം. പക്ഷേ ഫോർ മീ ദ ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ആർ നെവിൽ ആൻഡ് ലൂണ. ആൻഡ് ഫേവറേറ്റ് ക്യാരക്ടേഴ്സ്, നോട്ട് ബെസ്റ്റ്. നെവിലിനൊരു പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ട് കേട്ടോ. കാരണം എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ബുക്സ് ഇറങ്ങുന്നതിനിടയ്ക്ക് ഒരു തിയറി ഉണ്ടായിരുന്നു. ലൈക്ക് ആ പ്രോഫസി ഇല്ലേ, വോൾഡമോർട്ടിനെ തകർക്കാൻ വരുന്ന ഹാരി പോട്ടർ എന്നുള്ള പ്രോഫസി ആക്ച്വലി നെവിലിനെ കുറിച്ചാണെന്നുള്ളൊരു തിയറി വന്നിരുന്നു. കാരണം നെവിലും സിമിലർലി പുള്ളിക്കാരന്റെ പേരൻസും അവർക്ക് മരിക്കുന്നില്ല, പക്ഷെ എഫക്റ്റീവ്ലി നെവിൽ ഒരു ഓർഫൻ ആകുകയാണ്. സോ there was a good chance that Neville was also the chosen one. And സ്നേപ്പിനെ കുറിച്ച് ഞാൻ പറയാൻ വിട്ടുപോയി. സ്നേപ്പ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ്. അത് ഞാൻ ഫസ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ ശ്രദ്ധിച്ചിട്ടുള്ളത്. ലൈക്ക് ആ ക്യാരക്ടർ ഫുള്ളി ബ്ലാക്ക് അല്ല, ഗ്രേ ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. നമ്മൾ കുട്ടികളായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് വി വ്യൂ എ ലോട്ട് ഓഫ് ക്യാരക്ടേഴ്സ് ത്രൂ എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെൻസ്. അത് നമ്മുടെ ചിലപ്പോൾ പഠിപ്പിച്ച സാറന്മാരായിരിക്കും, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ ഹിസ്റ്ററിയിലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. ആസ് യു ഗ്രോ അപ്പ്, യു റീഡ് മോർ, വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മോർ. നമുക്ക് മനസ്സിലാവും പതുക്കെ ഓൾ ദോസ് വൈറ്റ് നൈറ്റ്സ് ആർ നോട്ട് ആക്ച്വലി ഫുള്ളി വൈറ്റ് ആയിട്ടുള്ള ഹീറോസ് അല്ല. ദേ ഹാവ് സം ഫെയിലിങ്സ്, ദേ ഹാവ് സം ക്യാരക്ടർ ഫ്ലോസ്. അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കി വരുന്നതാണ്. ഈ ഫസ്റ്റ് സീനിലും എനിക്ക് സ്നേപ്പിനെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാല്, even though he is outright rude towards Harry Potter, he tries to save him. ലാസ്റ്റ് ആകുമ്പോൾ ക്വിറിൽ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത്, ലൈക്ക് കൗണ്ടർ ചാം സ്നേപ്പ് പറയാണ്. സോ പുള്ളി even though he doesn't like someone, he still does his duty. So somewhere there's a core of integrity within that character. അത് കൂടുതൽ അടുത്തടുത്ത ബുക്കിലോട്ട് പോകും തോറും എനിക്ക് മനസ്സിലായി തുടങ്ങിയത്, he still doesn't like Harry Potter, probably hate him, but he will do the right thing. He reminds me of James Potter too much. ആകെ കണ്ണ് മാത്രമാണ് പ്രശ്നം, ബാക്കിയൊക്കെ ജെയിംസ് പോട്ടർ ആണ്. he wants to think with his head, but the heart comes in the way. അങ്ങനെ ഒരു ഫീലിംഗ് തോന്നും. ചെറിയ സീൻസ് ലൈക്ക് പ്രിസണർ ഓഫ് അസ്കബാനകത്താണല്ലോ വെയർവൂൾഫ് ആകുന്നത്. ലൂപ്പിൻ വെയർവൂൾഫ് ആകുമ്പോ സ്നേപ്പ് വഴക്ക് പറയാൻ വരുന്നതാണ്. ലൂപ്പിൻ വെയർവൂൾഫ് ആകുമ്പോൾ ഹി ആക്ച്വലി ഗോസ് ഇൻ ടു ഡിഫെൻസീവ് പോസ്ചർ. 3 കുട്ടികളെ പുറയിലോട്ട് പിടിച്ചു നിർത്തും. സോ മൈനർ തിങ്സ് ലൈക്ക് ദാറ്റ് വി നോട്ടീസ്.
സോ പുള്ളിയുടെ പ്രയോറിറ്റിയും അതെ ക്ലോക്ക് വെച്ചിട്ട് പിടുത്തം. സോ ഓൾ ദോസ് ആഡ്സ് ടു ദാറ്റ് ക്യാരക്ടർ. So somewhere I had that feeling that this character is gonna be more and much more better. So എല്ലാം സാക്രിഫൈസ് ചെയ്യുന്ന ഒരു ഡബിൾ ഏജന്റ്. ഓൾവേസ് ഓൾവേസ്. സ്നേഹിതൻ Oh, and പൂക്കിയാണ് പൂക്കി. okay. Absolutely. പക്ഷെ ഇത്രയും നല്ലൊരു സാധനം എഴുതി വെച്ചിട്ട് അവസാനം കേഴ്സ് ചൈൽഡ് എന്നൊരു സാധനം വേണ്ടായിരുന്നു എന്നാണ് ഓ, എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ വായിച്ചിട്ടില്ല. ബുക്ക് ഞാനത് എൻ്റെ പി കയ്യിലുണ്ട്. ഡി എഫ് ഞാൻ വായിച്ചു, PDF ആണ് വായിച്ചേക്കണത്. ഭയങ്കര എനിക്ക് മോശമായിട്ടാണ് തോന്നിയത്. കുറച്ച് വായിച്ചോളൂ, മീൻസ് ഒരു ഓൾമോസ്റ്റ് ഒരു 75% വായിച്ചു, ശരിയാണ്. പക്ഷെ അതെനിക്ക് ആവശ്യമില്ലാത്തൊരു ഒരു സീക്വലായിട്ടാണ് തോന്നിയത്. ഡെവിലിന്റെ ക്യാരക്ടർ ആക്ച്വലി ബുക്ക് 1 തൊട്ട് പുള്ളി സൂപ്പറാ. ഇവര് രാത്രി ഇറങ്ങി മറ്റേ ചെസ് കളിക്കാൻ പോകുമ്പോ ഹെർമയോണിയാണ് അവൻ എയറിൽ നിർത്തുന്നത്, പക്ഷെ he wanted to stop them from doing the wrong thing. So he has always been a character. അന്ന് പക്ഷെ പുള്ളി മൊത്തത്തിൽ ഒരു ഉണ്ട മനുഷ്യനും he didn't have a glow up ഒക്കെ ആയപ്പോഴാണ് പുള്ളി വളരെ ഒരു ഫാൻ ബേസ് ഒക്കെ പുള്ളിക്ക് കൂടിയത്. നെവിലിന്റെ ക്യാരക്ടർ ചെയ്ത ആ ആക്ടർ ഈ ഒബ്വിയസ്ലി ഗ്രൂ അപ്പ്, പുള്ളി ബേബി ഫാറ്റ് ഒക്കെ പോയി പുള്ളി ഭയങ്കര സുന്ദരനായി. പിന്നെ നെവിലിന്റെ ക്യാരക്ടർ ഓൾസോ ബിക്കെയിം, നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇവനാണോ അവൻ ചൂസൺ വൺ എന്നുള്ള സംശയം ഉള്ളത് കൊണ്ടും ഒക്കെ ആണ്. ബട്ട് ഹീസ് ഓൾവേസ് ബീൻ എ ക്യാരക്ടർ ഓഫ് wanted to stand. He was a true Gryffindor. ഇന്റഗ്രേറ്റ് ചെയ്യാം. സ്റ്റുഡ് അപ്പ് ടു ഹിസ് ഓൺ ഫ്രണ്ട്സ്. 10 പോയിന്റ്സ് ഗ്രിഫിൻഡോർ കൊടുത്തിട്ടില്ലായിരുന്നു. കൊടുത്തത് അതെ. 10 അത് points. വേറൊരു കുഴപ്പം. ഈ എല്ലാം മറ്റേ എല്ലാത്തിന്റെ കഷ്ടപ്പെട്ട് അവസാനം അല്ലേ? അതെ കഷ്ടപ്പെട്ട് ജയിച്ചു വരുമ്പോ പുള്ളിക്ക് ഭയങ്കര ഒരു ഫേവറിറ്റിസം ഉണ്ടായിരുന്നു ഗ്രിഫിൻഡോറിനോട് അല്ലേ, ഡംബിൾഡോറിന്. അതെ അവസാനം അതെ അതെ. വന്ന് വെറുതെ ആണോ അല്ല, അത് സ്നേഹിക്കുന്നത്? ഏകദേശം എല്ലാ സിനിമയിലും അത് ഒരേപോലെ വന്ന് വളരെ പ്രഡിക്റ്റബിൾ ആയിരുന്നു. അതെ അതെ. ഹഫിൾ പഫും റാവൻക്ലോ ഒക്കെ തഴഞ്ഞു കിടക്കുന്ന ഹൗസുകളായിരുന്നു. അത് മറ്റൊരു രണ്ടുപേരേ ഉള്ളൂ. അതെ ഉം. മീൻസ് ഇവരൊക്കെ വെറും ഒരു എന്താ പറയാ NPC പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ നോൺ പ്ലേയിങ് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ ഗെയിമിനകത്ത് വരുമ്പോൾ സത്യം. അവർക്കൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് Be there. Sandy, over to you. ഹാരി പോട്ടർ കഴിഞ്ഞോ? ഞാൻ ഇത്ര നേരം പൊട്ട ആട്ടം കണ്ട പോലെ ഇരിപ്പുണ്ടായിരുന്നു. ഇനി അല്ല, ഞാൻ തുടങ്ങാന്ന്. സാൻഡി ഹാരി പോട്ടർ എല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഹാരി പോട്ടർ സ്പെഷ്യൽ ഒരു എപ്പിസോഡ് വെക്കാം. കുറെ ഉണ്ടല്ലോ അതെ. ഇങ്ങനെ. ഹാരി പോട്ടർ വായിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോ എനിക്ക് അത്ഭുതമായി പോയി കേട്ടോ. ഞാൻ ഞാൻ വിചാരിച്ചു ഞാൻ ഇൻ ജനറൽ ഞാൻ എന്താ ട്രൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മിക്സ് ആണ് ഞാൻ ശ്രമിക്കുന്നത് എപ്പോഴും, പല ടൈപ്പിൽ വായിക്കാൻ. കാരണം ഐ ഡോണ്ട് വോണ്ട് ടു ബി ഒരു വേൾഡിൽ എനിക്ക് എന്നെ തളച്ചിടാൻ താല്പര്യമില്ല. അതാണ് സംഭവം. പക്ഷേ ഞാൻ കുറച്ച് ആരും കേട്ടിട്ടില്ലാത്ത കുറച്ച് ഫാന്റസി സാധനങ്ങൾ എടുത്തിട്ട് അലക്കാൻ പോവുകയാണ് ഇവിടെ. അപ്പോൾ ഫസ്റ്റ് വൺ അഗൈൻ, എനിക്ക് അറിയത്തില്ല ആരെങ്കിലും കേട്ടിട്ടുണ്ടെന്ന്, ദി ഡീപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമാണ്. അതിൻ്റെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ നിന്ന് സ്ലേവ്സിനെ അമേരിക്കയിലോട്ട് കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് പ്രഗ്നന്റ് സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വഴിയിൽ വെച്ച് പ്രഗ്നന്റ് ആയവരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവർ ലേബറിലൊക്കെ മരിക്കുകയാണെങ്കിൽ they were thrown overboard from the ship. അപ്പോൾ ആ കുട്ടികൾ ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്ന് നേരെ പുറത്തു വരുന്ന കടലിലോട്ടാണ്. അപ്പോൾ അവർ കടലിൽ ഇവോൾവ് ചെയ്ത് മെർമെയ്ഡ്സ് ആവുകയാണ്. അപ്പോൾ അവരുടെ ഒരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട് കടലിൻ്റെ അടിയിൽ. ദേ ഫോം എ കമ്മ്യൂണിറ്റി. എന്നിട്ട് അതിൽ ഈ ഒരു മറ്റേ ഗിവർ എന്ന് പറഞ്ഞിട്ട് പഴയൊരു സാധനം ഉണ്ടായിരുന്നില്ലേ, അതുപോലെ ഒരാളുടെ കയ്യിലാണ് ഈ ആളുകളുടെ മുഴുവൻ മെമ്മറീസ് സ്റ്റോർ ചെയ്യുന്നത്. ഈ ജനറേഷണൽ മെമ്മറീസ് ഉണ്ടല്ലോ, കഴിഞ്ഞ ജനറേഷൻ്റെയൊക്കെ, അത് സ്റ്റോർ ചെയ്യുന്നത് ഒരാളുടെ കയ്യിലാണ്. അപ്പോൾ അതിൽ ഒരു ഫീമെയിൽ ക്യാരക്ടർ ഉണ്ട്, യെട്ടു എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പുള്ളിക്കാരത്തിയുടെ കഥയാണിത്. അപ്പോൾ ഹൗ ദാറ്റ് ട്രോമ ഓവർവെൽംസ് ഹെർ. എന്നിട്ട് പുള്ളിക്കാരത്തി ഡിസൈഡ് ചെയ്യാണ്, പുള്ളിക്കാരത്തി ഇവരെ വിട്ട്, ഇവളുടെ റെസ്പോൺസിബിലിറ്റീസ് വിട്ട്, ഇത് താങ്ങാൻ പറ്റില്ല ഈ ട്രോമ, ഈ മെമ്മറീസ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി പോകുന്നതും അത് കഴിഞ്ഞിട്ട് ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളുമാണ്. വളരെ ചെറിയ ബുക്കാണ്, ഒരു 176 പേജ് എന്തോ ഉള്ളൂ.
ഒരു ഒരു പാട്ടുണ്ടായിരുന്നു, ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഗ്രൂപ്പിന്റെ. ആ പാട്ടിൽ ഇൻസ്പയർഡ് ആയിട്ട് ഇതിന്റെ റൈറ്റർ റിവേഴ്സ് സോളമൺ എഴുതിയതാണ് ദ ഡീപ്പ്. ഒരുപാട് മറ്റേ എന്താണ് സ്ലേവറി റേസിസം എല്ലാ അണ്ടർടോൺസും ഉള്ളതാണ്. ഇറ്റ് ഈസ് പിന്നെ LGBTQ അണ്ടർടോൺസ് ഉണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു സാധനമാണ്. ഐ മീൻ ഇറ്റ് ഈസ് ഡീപ്പർ ദാൻ യു ഫസ്റ്റ് തിങ്ക് ഇറ്റ് ഈസ് വെൻ യു പിക്ക് ഇറ്റ് അപ്പ്. നമ്മൾ ബ്ലർബ് വായിച്ചിട്ട് എടുക്കുമ്പോൾ ഒരു വളരെ മാജിക്കൽ ഫാൻറ്റസി ലാൻഡ് ആണെന്ന് തോന്നുവാണെങ്കിലും ഇത് ഇറ്റ്സ് ഡെൻസർ ദാൻ ദാറ്റ്. കേട്ടപ്പോൾ എനിക്ക് അമിസ്റ്റഡ് എന്നൊരു പടം ഓർമ്മ വന്നു. നമ്മള് വെയിറ്റ് കൂടുമ്പോ തള്ളിയിട്ട് കൊല്ലുന്നില്ല, മറ്റേ തള്ളുന്നില്ല മറ്റേ പുറത്തേക്ക്. രോഗം വരുവാണെങ്കിൽ ഷിപ്പിന്റെ വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആയിട്ട്. ഇത് സീരീസ് ആണ് ഒരു സ്റ്റാൻഡ് അലോൺ ബുക്കാണ്? ഒരു ബുക്കാണ്, ഒറ്റ ബുക്ക്. അല്ല, എനിക്കിത് കേട്ടപ്പോ തോന്നിയത് ലൈക്ക് ഐ ഹാവൻ റെഡ് ദ ബുക്ക്, ഇത് മാജിക് റിയലിസം ആയിട്ടാണ് തോന്നിയത്. ലൈക്ക് ക്യാൻ വി കാറ്റഗറൈസ് മാജിക് റിയലിസം ആസ് ഫാന്റസി? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ജോൺറാസ് ഫാന്റസി ആയിട്ട് ഓവർലാപ്പ് ആവും. അതുകൊണ്ട് അല്ല, ഇത് ഐ മീൻ ഇഫ് യു ലുക്ക് അറ്റ് ഗുഡ്റീഡ്സ് ഇറ്റ് ഈസ് കാറ്റഗറൈസ്ഡ് ആസ് ഫാന്റസി. ഓക്കെ, ഉണ്ടാവും മാജിക്കൽ റിയലിസം. ഹാരി പോട്ടറിനെ പറ്റി തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഹാരി പോട്ടർ ആക്ച്വലി ഫാന്റസി, ഒരു അർബൻ ഫാന്റസി ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒരു ചിൽഡ്രൻസ് ബുക്കായിട്ടും, കാരണം ഒരു സ്ഥലത്ത് നടക്കുന്ന കഥയായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഇതും ആക്ച്വലി മറ്റേ അങ്ങനെയാണെങ്കിൽ നമുക്ക് 100 Years of Solitude, 100 Years of Solitude മാജിക്കൽ റിയലിസമാണ് പറയുന്നത്. അവിടെയും ഫാന്റസി എലമെന്റ്സ് ഉണ്ട് ഒരുപാട്. അത് മാജിക്കൽ റിയലിസമാണ് അതില്. പക്ഷെ ഡീപ്പിലി മെർമെയ്ഡ്മാരുടെ ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നത് നേരെ ഫാന്റസി ചാടി കഴിഞ്ഞു. എന്റെ ഒരു ഫീലിംഗ് അനുസരിച്ച് ഫാന്റസി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മോർ വേൾഡ് ബിൽഡിംഗ് rather than going deep into the mechanics of certain magical transformations. അങ്ങനെ എന്റെ മനസ്സിൽ ഞാൻ വെച്ചുകൊണ്ടിരുന്നത്. അതായത് ജോൺറ നമ്മൾ തിരിക്കാൻ വേണ്ടി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ബാരിയർ ആയിരിക്കും. എനിവേ ഫാന്റസി എന്നുള്ള ജോൺറ പലപ്പോഴും ഓവർലാപ്പ് ചെയ്യും. ഒരുപാട് സയൻസ് ഫിക്ഷൻ സ്റ്റോറീസ്, സ്റ്റാർ വാർസ് എനിക്ക് തോന്നുന്നത് സൈഫൈ ഫാന്റസി ആയിട്ട് കൺസിഡർ ചെയ്യാം. റൈറ്റ്, ഫാന്റസി ഒരു മോഡിൽ നിൽക്കുന്ന ഒരു സാധനം അതിൽ വരുന്നതാണോ? വെരി ഗുഡ് പോയിന്റ്. അതുകൊണ്ട് നീൽ ഗെയിമാന്റെ ഒരുമാതിരി എല്ലാ സാധനവും ഒരു ഫാന്റസി വിത്ത് സ്ലൈറ്റ്ലി ഹൊറർ അണ്ടർടോൺസ് ആണ്. ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഗ്രേവ്യാർഡ് ബുക്ക് ആണെങ്കിലും, കോറലീൻ, അമേരിക്കൻ ഗോഡ്സ്, നെവർലാൻഡ്, ഓഷ്യൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ലെയിൻ, എല്ലാം നെവർവെയർ. അപ്പം നെവർവെയർ ഒക്കെ കംപ്ലീറ്റ് വേൾഡ് ബിൽഡിംഗ് ആണ് ആക്ച്വലി. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അപ്പൊ ബേസിക്കലി അതിൽ പറയുന്നത് ലണ്ടന്റെ അടിയിൽ ഒരു ഇതുണ്ട്, ഒരു വേൾഡ്. സോ ഇതിന്റെ അകത്തുനിന്ന് ലണ്ടനിൽ നിന്ന് കാണാതാവുന്ന ആളുകൾ, പീപ്പിൾ ഹു fall between the cracks, പോയി അടിയുന്ന സ്ഥലമാണ് ഈ നെവർവെയർ. അപ്പൊ അവിടെ നടക്കുന്ന ഒരു കഥയാണ്. ഐ മീൻ ഇറ്റ്സ് നല്ല ഗെയിമിന്റെ എല്ലാം അങ്ങനെയാണല്ല. എന്നുവെച്ചാൽ പുള്ളി ചെയ്യുന്നത്, ഹി ടേക്സ് എ വെരി മണ്ടേൻ സ്റ്റോറി, എന്നിട്ട് അതിനൊരു നല്ല വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണ്. ഗ്രേവ്യാർഡ് ബുക്ക് ഫോർ എക്സാമ്പിൾ, ജംഗിൾ ബുക്ക് തന്നെയാണ് സാധനം. ബട്ട് when you read it, you don't think of it at all. I am still on the fence. ഇനി നീൽ ഗെയിമൻ വായിക്കും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. So unfortunately this will fall through the cracks. Art versus artist. JK റൗളിംഗിന്റെ ബോക്സ് സെറ്റ് തുറക്കാതെ വെച്ചേക്കുന്ന ആളാണ്. അത് തുറക്കാൻ പറ്റില്ല, അറിയില്ല. അതാണ് ഇത് മറന്നു പോരുതെന്ന് പറയാറുണ്ട്. അതെ, അത് കറക്റ്റ്. പക്ഷെ പല ലെവൽസ് ഓഫ് ഗ്രേഡ്സ് ഓഫ് ഇതുണ്ടല്ലോ, ക്രൈംസ് ഉണ്ടല്ലോ. സോ JK റൗളിംഗിന്റെ കേസ്
അഭിപ്രായങ്ങൾ I മാത്രമേ don't. ഉള്ളൂ. അഭിപ്രായങ്ങൾ നത്തിങ്. മാത്രമേ ഉള്ളൂ, and I don't agree with it at all. I think everyone, എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, as long as you're not hurting somebody else's life, health, wealth ഒക്കെ ആണെങ്കിൽ, you have the right to live, marry, love whoever you choose to be. അത് ഞാൻ, that's something I swear by. And nobody else needs to have an opinion on anybody else's love life. അപ്പൊ അത് ജെ.കെ. റോളിംഗ് പറഞ്ഞതിനോട് എനിക്ക് തീരെ യോജിക്കാൻ പറ്റില്ല. പക്ഷേ നീൽ ഗെയ്മന്റെ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജെ.കെ. റോളിംഗ് പാവം നമ്മുടെ അയലത്തെ കുഷ്മു കുത്തുന്ന അമ്മായി മാത്രമായി മാറുന്നു. അതുകൊണ്ട് സോറി, തീവ്രത കുറവാണ് കമ്പാരിഷൻ. കുറഞ്ഞു പോയി. ആക്ച്വലി ബെൻ ആരോൺ വിച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഓഥർ ഉണ്ട്. ഐ റെഡ് ഓൺലി വൺ ബുക്ക്. ലണ്ടൻ ബേസ്ഡ് ഇതാണ്. ഇറ്റ്സ് അബൌട്ട് അങ്കിൾ നീസ് ഡ്യൂവോ എന്ന് തോന്നുന്നു, ഹു കെൻ സീ ഗോബ്ലിൻസ്. അപ്പൊ ഈ ട്രെയിനിലൊക്കെ ഗോബ്ലിൻസ് ഉണ്ടാവും അത്രേ. അങ്ങനെ ഒരു കഥ, ഒരു ഇഫ് യു നോട്ട്, ഞാൻ ഒരു സ്റ്റോറി, ഒരു ചെറിയ ഒരു നോവലമാര്, ഇറ്റ്സ് എ ഹോൾ സീരീസ് എന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. ഐ തിങ്ക് ദ ഓത്തേഴ്സ് കോൾഡ് ബെൻ ആരോൺവിച്ച്, ആൻഡ് മേ ബി ലാസ്റ്റ് നെയിം ചിലപ്പോൾ തെറ്റായിരിക്കും, പക്ഷെ ഇതാണ് അതിന്റെ പ്രമിസ്. ഇതാണ്, ദേ കെൻ സീ ഗോബ്ലിൻസ്. ഇതുമാരെ ഗോബ്ലിൻ അറ്റാക്ക് ഒക്കെ, സൂപ്പർ നാച്ചുറൽ ക്രീച്ചേഴ്സ് ലണ്ടനിൽ ഉള്ളത്. ഇവര് ഇങ്ങനെ they've got ഒരു ടീം ദാറ്റ് ഫൈറ്റ്സ് ഇറ്റ് മാരെ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഡീൻ കോൺസിന്റെ ഓഡ് ഓഡ് തോമസ് തോമസ്. സെയിം സാധനമാണ്. ഐ മീൻ നോട്ട് സെയിം, ഇറ്റ്സ് എ ലിറ്റിൽ ഡാർക്കർ. ഇതത്രയ്ക്കില്ല. ഇത് ഓഡ് തോമസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇയാള് തോമസ്, പുള്ളി പറയുന്നത് പുള്ളിയുടെ ബർത്ത് നെയിം, അമ്മ പറയുന്നത് പുള്ളിയുടെ ബർത്ത് നെയിം ടോഡ് തോമസ് എന്നായിരുന്നു. പക്ഷേ ക്ലറിക്കൽ എറർ കാരണം ഓഡ് തോമസ് എന്നായതാണെന്നാണ്. അച്ഛൻ പറയുന്നത് നിനക്ക് ഓടെന്ന് തന്നെയാണ് പേരിട്ടിരുന്നത് എന്നാണ്. അപ്പോൾ ആള് ഒരു ഓഡ് വൺ ഔട്ടാണ്. പുള്ളിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പുള്ളിക്ക് ഇങ്ങനെ പ്രിമോണിഷൻസ് വരും. പുള്ളി സ്വപ്നങ്ങൾ കാണും എന്തെങ്കിലും മോശമായി നടക്കാൻ പോകുമ്പോൾ. പിന്നെ മോർ ഇമ്പോർട്ടൻ്റ്ലി ഹി സീസ് ഒരു റിപ്പ് ഉണ്ടാവും. പുള്ളി എന്തെങ്കിലും നടക്കുന്നതിന് മുമ്പ് ഒരു റിപ്പ് ഉണ്ടായിട്ട്, ആരെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഒരു റിപ്പ് ഉണ്ടായിട്ട്, ഒരു തരം ക്രീച്ചേഴ്സ് ഇങ്ങനെ വന്ന് ആ മരിക്കാൻ പോകുന്ന ആളിനെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കും. ദേ ക്യാൻ സ്മെൽ ഡെത്ത്. സോ ഇവന് മാത്രമേ ആ ക്രീച്ചേഴ്സിനെ കാണാൻ പറ്റുള്ളൂ, ബോഡാക്സിനെ. അപ്പോൾ ഇവനൊരു ഓർഫനാണ്. ഹി ഹാസ് എ ഗേൾ ഫ്രണ്ട്, ബട്ട് വാട്ട് ഹി ട്രൈസ് ടു ഡു ഇസ് ഈ ബോഡാക്സിനെ കാണുമ്പോൾ ഗോഡ്ഫാദർ ഉണ്ടല്ലേ, ഒരു പോലീസുകാരൻ കറക്റ്റ്. അപ്പോൾ ഇവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ, ഈ ബോഡാക്സിനെ കാണുമ്പോൾ ഹി ട്രൈസ് ടു, ഇവൻ ഡയറക്റ്റ് ആയിട്ട് ഇന്റർവീൻ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇഫ് ദ ബോഡാക്സ് നോ ദേ ക്യാൻ സീ ഹിം, ദേ വിൽ കിൽ ഹിം. അപ്പോൾ ഹി ഹാസ് ടു ആക്ട് നോർമൽ, ബട്ട് ഹി ഹാസ് ടു ഡു തിങ്സ് ടു അവോയ്ഡ് പ്രോബ്ലംസ്. പിന്നെ അതുപോലെ മരിച്ചുപോയ ആത്മാക്കളും പുള്ളിയുടെ അടുത്ത് വന്ന് സംസാരിക്കില്ല. ഐ മീൻ ദേ കാൻ ടോക്ക്. അല്ല, ദേ ക്യാൻ ടോക്ക്. നോ, ദേ കാൻ ടോക്ക്. അപ്പോൾ പുള്ളി അവരുടെ ഡെത്തിൻ്റെ പിറകിലത്തെ മിസ്റ്ററിയൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഐ മീൻ ഇറ്റ്സ് എ റിയലി നൈസ് ബുക്ക്. നെറ്റ്ഫ്ലിക്സിൽ ഇതിൻ്റെ മൂവിയുണ്ട്, ഓഡ് തോമസ്. വെരി വെൽ മെയ്ഡ് മൂവി. നമ്മുടെ മമ്മിയുടെ ഡയറക്ടറിൻ്റെയാണ്, സ്റ്റീഫൻ സോമേഴ്സിൻ്റെ. അതിൻ്റെ ഹീറോ ആണ് മറ്റേ ആന്റൺ യെൽച്ചിൻ. പുള്ളി മരിച്ചുപോയി. പുള്ളിയുടെ സ്റ്റാർ ട്രെക്കിലെ മറ്റേ ആള്, മറ്റേ റഷ്യനായിട്ട് പുള്ളിയില്ലേ, അവൻ തന്നെയല്ലേ മറ്റേ കാർ റിവേഴ്സ് ചെയ്യുമ്പോ കണ്ട്. കാർ റിവേഴ്സ് ചെയ്തല്ല, പുള്ളി കാറ് ഗരാജിലല്ല ഡ്രൈവ് വേയിൽ പാർക്ക് ചെയ്തിട്ട് പുള്ളി നടന്നു പോയതാണ്. കാറിന്റെ ഇതിൽ വീണില്ലായിരുന്നു, ബ്രേക്കിൽ വീണില്ലായിരുന്നു. ഇറ്റ് റോൾഡ് ഓഫ് ആൻഡ് പുള്ളിയെ ചുമരിൽ പിൻ ചെയ്ത് കളഞ്ഞു. അങ്ങനെ മരിച്ചു പോയതാണ്. ഇത് സ്റ്റാർ ട്രെക്കിന്റെ റീബൂട്ട് വന്നപ്പോ അതിനകത്താണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പേര്, ആ ക്യാരക്ടർ അറിയോ, നമ്മുടെ ഈ സ്റ്റാർ ട്രെക്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻസ് ഓഫീസർ ഉണ്ട്. ഉഹുരി അല്ല, ഒരു റഷ്യൻ, ചെക്കോവ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം സ്റ്റാർ ട്രെക്ക് സീരീസിലുള്ളത്. അങ്ങനെയാണ് കാണുന്നത്. ഇതിന്റെ ഒരു എൻഡിങ് ഒരു ബിറ്റർ സ്വീറ്റ് എൻഡിങ് ആണ് ഓഡ് തോമസിന്റെ, അല്ലേ? അതെ. അതൊരു വിരിയാൻ പറ്റില്ല. അത് ഫസ്റ്റ് ബുക്കിന്റെ അല്ലേ നമ്മൾ ഈ പറയുന്നത്? ഈ ബുക്ക് ഒരു സീരീസ് ആണ്, അതിലെ ഫസ്റ്റ് ബുക്കാണ്. ഞാൻ സെക്കൻഡ് ഒക്കെ വായിച്ചു.
അല്ലേ? It is not nowhere as hard hitting as the യെസ്. first. First one was pretty because he can see these എന്തോ ഒരു ഡെത്ത് മാരത്തെ ക്രീച്ചേഴ്സ് Bodax. 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 ആ അതെനിക്ക് ഓർമ്മയുണ്ട്. എനിക്കൊരു സാൻഡി പറഞ്ഞിട്ട് തന്നെ ഞാൻ ഔട്ട് തോമസ് എടുത്ത് ഫസ്റ്റ് ബുക്ക് വായിച്ചത്. അതിന്റെ ഇഫക്ട്സ് ഒക്കെ ഭയങ്കര ക്രീപ്പിയാണ്. സാധനങ്ങൾ വരുന്നത് കാണുമ്പോൾ ഒരു എന്താ പറയുക, കോക്രോച്ചസിനെ പോലെ ഇങ്ങനെ കയറി വരും. ഇവൻ അതിനെ അവോയ്ഡ് ചെയ്യണം, അതാണ് പ്രശ്നം. കാരണം ഐ ഇവന് കോണ്ടാക്ട് വന്നു കണ്ടു കഴിഞ്ഞാൽ ഇവന് കണ്ടു എന്ന് അവരറിയാൻ പാടില്ല. അതാണ് കുഴപ്പം. ഈ ബെൻ ആരോൺവിച്ചിന്റെ സീരീസ് ഞാൻ വായിച്ചൊരു ബുക്കിൽ മാത്രമേ നീസ് ഉള്ളൂ. ഇറ്റ്സ് ബേസിക്കലി ഇറ്റ്സ് കോൾഡ് ദ റിവേഴ്സ് ഓഫ് ലണ്ടൻ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് സീരീസ് ആണ്. അതിലൊരു പോലീസ് കോൺസ്റ്റബിൾ സംതിങ്, അയാള് ഹീസ് ലൈക്ക് ദ ന്യൂ അപ്രന്റിസ് ആണ്. ഡിറ്റക്റ്റീവ് ചീഫ് ഇൻസ്പെക്ടർ ഇസ് എ വിസർഡ്. ഈസ് എ ലാസ്റ്റ് വിസർഡ് സാങ്ഷൻ ഇംഗ്ലീഷ് ബ്രിട്ടനിൽ ഇയാളുടെ ഫസ്റ്റ് 60 വർഷത്തിലുള്ള ആദ്യത്തെ വിസർഡ് ആണ്. ആൻഡ് ഓൾ ദീസ് ബുക്സ് I think it's somewhere between like it's kind of urban fantasy, പക്ഷേ ചിൽഡ്രൻസ് റീഡും അല്ല എന്ന അഡൽട്സ്, പക്ഷെ ആ ഒരു യങ് അഡൽട്ടിന് പ്രോബബ്ലി പറ്റുന്ന ബുക്കുകളായിരിക്കും. ലേഖ എനിക്ക് പണ്ട് പരിചയപ്പെടുത്തുന്ന ഒരു സീരീസ് ആണ്, ഓർമ്മയുണ്ടോ? ദ അമ്യൂലേറ്റ് ഓഫ് സമർഖണ്ഡ്. അയ്യോ അത് മറന്നുപോയി ഞാൻ. ബാർട്ടിമസ് ട്രൈലോജി, ബാർട്ടിമസ് ട്രൈലോജി. ആ ജീനി അല്ലേ, ജിൻ, നൈസാണ്. അത് ഈ പറഞ്ഞ പോലെ ഒരു മിനിസ്ട്രി ഉണ്ട് ബേസിക്കലി. ഈ മിനിസ്ട്രി ഡാർക്ക് ഫോഴ്സസിനെതിരെ ഡിഫെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതില് അപ്രന്റിസ് ആയിട്ട് വരുന്ന ചെറുക്കനാണ് നഥാനിയൽ. നഥാനിയലിന്റെ കൂടെ ഉള്ളതാണ് ഈ ഭൂതം. അങ്ങനെയല്ല, നഥാനിയൽ അവന്റെ വിചാരം അവൻ എന്തോ സംഭവമാണെന്നാണ്. അവൻ പക്ഷെ അപ്രന്റിസ് ആണ്, അവനൊരു തേങ്ങ അറിയില്ല. എന്നിട്ട് അവനൊരു ജിന്നിനെ വിളിച്ചു വരുത്തും. പക്ഷെ വിളിച്ചു വരുത്തിയത് ഇവനായതുകൊണ്ട് നറ്റാലിയൽ രക്ഷപ്പെട്ടു. എന്നിട്ട് ജിൻ വന്നിട്ട് നീ ഈ കാണിച്ച മണ്ടത്തരങ്ങൾക്ക് നിന്നെ ഞാനിപ്പോ പിടിച്ചു തരേണ്ടതാണ്. അതിൽ 101 is you never say your name. ഇവന്റെ വീട്ടിലിരുന്നിട്ടാണ് ഇതിനെ സമ്മൺ ചെയ്തത്. അപ്പൊ അപ്പുറത്തുനിന്ന് അമ്മയോ ആരോ നഥാനിയൽ, അപ്പൊ now I know your name. ഈ ജിന്നാണെങ്കിൽ ഒരു ജിൻ, ഈ നഥാനിയലിന് പറ്റിയൊരു ജിന്ന്, അഹങ്കാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഇങ്ങനെ സെൽഫ് അടിക്കണ അത് കാണിക്കുന്ന ഒരു രസമുണ്ട്. ഈ ജിന്ന് സംസാരിക്കുന്ന സംഭവം നമുക്ക് ഫുട് നോട്ട്സ് ആയിട്ടാണ് ഇടുന്നത്. ഫുൾ ഫുട് നോട്ട്സ്. അതാണ് രസം. അതായത് മെറ്റയായിട്ടാണ് ജിന്നിന്റെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ, തോട്ട്സ് ഒക്കെ നമുക്ക് ഫുട് നോട്ട് ആയിട്ടാണ് നമ്മളോടാ പറയുന്നത്. അവനറിയണ്ടല്ലോ നത്താലി. ഇതുപോലെ എന്തോ പറയുമ്പോഴാണ് ജിന്ന് ഒരു പല്ലിയായിട്ട് മുറിയിലിരിക്കുകയാണ്. അപ്പൊ കഥ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു സ്റ്റാർ ഇട്ടിട്ട് മുകളില്, അപ്പൊ മച്ചിരുന്ന ഒരു പല്ലി ഥു എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് ഭയങ്കര സൂപ്പർ പവേഴ്സ് ഉണ്ട്. അതായത് എനിക്ക് ഒരു സമയം 7 ബുക്ക് വായിക്കാൻ പറ്റും. നിങ്ങൾക്ക് അത് പറ്റുമോ? ഈ വക ഫുൾ ഫുട് നോട്ട്സ് ആണ്. പുള്ളിയെ കുറിച്ച് ബ്രേക്കിംഗ് ദ തേർഡ് വാളിന്റെ അങ്ങേയറ്റം. ജിന്നിന്റെ മുകളിൽ നിൽക്കണ അഫ്രീക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രീച്ചർ ഉണ്ട്. അപ്പൊ ഇവന് പരിചയമുള്ള 2 അഫ്രീത്ത്, പിന്നെ ജിന്ന് തന്നെ ഗ്രേഡ് കൂടിയ ജിന്നും ഉണ്ട്. ഇവരെയൊക്കെ കാണുമ്പോ ഇവൻ ഇങ്ങനെ പഞ്ചപുച്ച മടക്കി ഇങ്ങനെ ഭയങ്കര ഇതിലൊക്കെ പറയും. പക്ഷെ ഫുട് നോട്ട്സ് ഫുൾ തെറിവിളിയാ. അത് ഫസ്റ്റ് അടിപൊളി സാധനമാണ്. സെക്കൻഡ് വാസ് ഓക്കെ. തേർഡ് ആയപ്പോഴേക്കും അങ്ങ് ഗ്യാസ് പോയി. വായിച്ചു തീർത്തു അത്. ഞാൻ ഒന്നേ വായിച്ചുള്ളൂ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അടുത്തത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. അത് അന്ന് ആമസോണിൽ അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ ഇപ്പൊ ഇത് കേട്ട സ്ഥിതിക്ക് ഞാൻ വാങ്ങിക്കുന്നില്ല. അമ്യൂലേറ്റ് ഓഫ് സമർഖണ്ഡ് സെക്കൻഡ് ഒക്കെ ലാസ്റ്റ് ടോളമീസ് ഗേറ്റ് ആയിരുന്നു ലാസ്റ്റ്. രണ്ടാമത്തെ ടോളമീസ് ഗേറ്റ്. റിംഗ് ഓഫ് സോളമനിൽ ആക്ച്വലി ഈ ജിന്നിന്റെ ഒരു ബാക്ക് സ്റ്റോറി ഇയാൾ എപ്പോഴും പറയുമല്ലോ, സോളമന്റെ കൂടെ ഓർന്ന് പോയ ഒരു കഥ, ഞാനാണ് സോളമന്റെ ഓർ ജയിപ്പിച്ചെന്നുള്ള മറ്റൊക്കെയാണ് പുള്ളി തള്ളുന്നത്. അതൊക്കെ ആക്ച്വലി എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചെന്നുള്ളത് ഈ സോളമൻസ് ഇതിൽ വരുന്നുണ്ട്. It's a good book. I read this like 10 years ago. I still remember the പല്ലി തൂക്കുന്ന സീനൊക്കെ. ഒരു കാര്യം പറയാൻ പറ്റുമോ? ഈ ബിസാഡിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു ബുക്ക് എനിക്ക് ഈ അനൂപ് ശശികുമാർ പരിചയപ്പെടുത്തിയതാണ്. കാരണം ഞാൻ അന്ന് ഇത് വായിച്ചിട്ട് 8ാമത്തെ വെളിപാട് വായിച്ചിട്ട് പുള്ളിയെ കോൺടാക്ട് ചെയ്തപ്പോൾ അങ്ങനെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ റെക്കമെൻഡ് ചെയ്ത ഓഥറിൽ ഒരാളാണ് ജിം ബുച്ചർ. ജിം ബുച്ചറിന്റെ ഒരു സീരീസ് ഉണ്ട്, ദ ഡ്രെസ്ഡൻ ഫയൽസ്. അത് ഫസ്റ്റ് ബുക്കേ ഞാൻ വായിച്ചുള്ളൂ. അത് ഓഡിബിളിൽ കേൾക്കുമായിരുന്നു. ആക്ച്വലി നൈസാണ്. കാരണം
ഇപ്പോൾ ഇമാജിൻ ഹാരി പോട്ടർ ആക്ച്വലി വെൻ ടു ന്യൂയോർക്ക് ആഫ്റ്റർ ഗ്രാജുവേറ്റിംഗ് ആൻഡ് ഹീ ഈസ് ആക്ച്വലി ലിസ്റ്റഡ് ഹിംസെൽഫ് ആസ് എ വിസാർഡ് ഇൻ ദി യെല്ലോ പേജസ്. ഓക്കെ, അവിടെ നടക്കുന്ന സൂപ്പർ നാച്ചുറൽ സാധനങ്ങൾക്കൊക്കെ ഒരു സൂപ്പർ നാച്ചുറൽ ഡിറ്റക്റ്റീവാണ്. അങ്ങനെ ഒരു സംഭവം. ഹാരി ഡ്രസ്ഡൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. നമ്മൾ നോക്കുമ്പോൾ എല്ലാം സിമിലർ ആണ്. അങ്ങനത്തെ ഒരു ലോകം, അതായത് മഗിൾസ് ഉള്ള, അതായത് ഹ്യൂമൻസിന്, അതായത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാം ഇങ്ങനെ ഒരു അണ്ടർ വേൾഡ് ഉണ്ടെന്നുള്ള കാര്യം പോലീസിന് അറിയാം. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളെ ഇടയ്ക്കിടയ്ക്ക് അവർ കോണ്ടാക്ട് ചെയ്യും. അതാണ് കഥ. ഫസ്റ്റ് ബുക്ക് വളരെ നല്ല നല്ല രസമായിരുന്നു വായിക്കാൻ. അതായത് ആ ഒരു വേൾഡ് ഈ പറഞ്ഞ പോലെ ഈ മറ്റേ ഒരു മാജിക് ചുമ്മാ അങ്ങ് ഉണ്ടാക്കുന്നതല്ല, അതിൻ്റെ പുറകിലൊരു ചെറിയ ഒരു സയൻസ് കാണിക്കുന്നുണ്ട്. അതായത് സയൻസ് അല്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു EMF അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫിനോമിനൻ ഒക്കെ അതിൻ്റെ പുറകിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. പുള്ളി സ്പെല്ല് കാസ്റ്റ് ചെയ്യുന്നതൊക്കെ നല്ല രസമാണ്. സ്പെല്ല് കാസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു വണ്ട് പോലത്തെ ഒരു ജീവിയെ കൊല്ലുന്നതിനൊക്കെ ഒരു സ്പെല്ല് കാസ്റ്റ് ചെയ്യുന്ന സംഭവമുണ്ട്. അതൊക്കെ നല്ല രസമാണ് എഴുതി വെച്ചിരിക്കുന്നതാണ്. ഞാനത് സ്പോയിൽ ചെയ്യുന്നില്ല, അതൊന്ന് വായിച്ചു നോക്കണം. ഒരു ആ റൈറ്റിംഗ് ഭയങ്കര രസമാണ്. പക്ഷേ ഇങ്ങേര് ഒരു ബുക്കിൽ നിർത്തിയില്ല, പുള്ളിയുടെ സീരീസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ജിംബുച്ചാറിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ കാണാം, ഡ്രസ്ഡൻ ഫയൽസ് ഇപ്പോൾ 10-30 ബുക്സ് ആയി. ആ ക്യാരക്ടറിന് ഇങ്ങനെ പുതിയ പുതിയ അതാണൊരു പുതിയ സൈഡ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നിർത്താൻ ഈ പറ്റില്ല. ആ ഒരു ലോജിക്കൽ പോയിന്റ് ഇല്ലെന്ന്, അവസാനം ഇല്ലെന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ വായിക്കാൻ തോന്നൂല. അതെ, അതാണ് ഒരു മെയിൻ കാര്യം. ഇത് സെക്കൻഡ് ബുക്ക് ആണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ഫസ്റ്റ് ബുക്കാണ് വായിച്ചത്, സെക്കൻഡ് ബുക്കാണ് സീരീസിലെ ബെസ്റ്റ്. അത് കഴിഞ്ഞിട്ടൊന്നും അങ്ങ് ആ ലെവലിൽ എത്തിയിട്ടില്ല എന്നാണ് പലരും മറ്റേ റെഡിറ്റിലൊക്കെ കാണിക്കുന്നത്. സെക്കൻഡ് ബുക്ക് വായിച്ചില്ല. ഇതുപോലെ സാൻഡി പറയുന്നത് പോലെ എല്ലാം വായിക്കാനൊന്നും നമുക്ക് സമയം കിട്ടില്ലല്ലോ. ഈ സീരീസ് തന്നെ 10-30 എണ്ണം കിടക്കുന്നു. അങ്ങനെ ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്. ഈ ബ്രാൻഡൻ സാൻഡേഴ്സൺ, ഒരു മിസ് ബോൺ ട്രിലജി എന്ന് പറഞ്ഞിട്ടൊരു മിസ് ബോൺ സീരീസ് ഇതുപോലെ തന്നെ. പുള്ളി ഫാൻറ്റസി റൈറ്റിങ്ങിനെ പറ്റി ലെക്ചേഴ്സൊക്കെ പുള്ളിയുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അയാളൊരു അത്യാവശ്യം കൊള്ളാവുന്ന റൈറ്ററാണ്. ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല, പക്ഷേ നമ്മുടെ ഈ മലയാളി ബുക്ക് ക്ലബിനകത്ത്, റീഡേഴ്സ് ക്ലബിനകത്തുള്ള കുറച്ച് പേര് ഇത് പറയും, മറ്റേ നല്ല നല്ല ബുക്സ് ആണെന്നുള്ളത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണെന്ന് തോന്നുന്നു. ഇത് ഈ ഹാരി പോട്ടറിന്റെ മോൾഡില് പല പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. വീറ്റാ നോസ്ട്ര എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, കേട്ടിട്ടുണ്ടോന്നറിയില്ല. അത് ഇതുപോലെ ഒരു ഒരു പെൺകുട്ടി, ജസ്റ്റ് ആൻ ആവറേജ് ഗേൾ, അമ്മയുടെ കൂടെ ബീച്ചിൽ വെക്കേഷൻ ചെയ്യാണ്. ഷീ മീറ്റ്സ് എ സ്ട്രേഞ്ചർ, ഹി ഓഫേഴ്സ് ഹെർ കോളേജ് എഡ്യൂക്കേഷൻ. പക്ഷേ ഈ കൊണ്ടുപോകുന്നത് മറ്റേ ഡാർക്ക് അക്കാഡമിയാണ് ആ കോളേജിൽ പഠിപ്പിക്കുന്നത്. ദേ ആർ ട്രെയിനിങ് ഹെർ ഇൻ ടു ബിക്കമിങ് എ കൈൻഡ് ഓഫ് ലൈക്ക് എൻ അസാസിൻ കൈൻഡ് ഓഫ് എ തിങ്. അപ്പം ഭയങ്കര എന്താ പറയണേ, ആ പഠിക്കാനുള്ള കോഴ്സിനെയൊക്കെ പറ്റി ഭയങ്കര ഡീപ്പായിട്ട് പറയുന്നുണ്ട്. എന്തോ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, തരുന്ന പുസ്തകങ്ങൾ ഭയങ്കര ഒബ്സ്ക്യൂറാണ്. എന്ന് വെച്ചാൽ നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ ഒരു കുന്തവും മനസ്സിലാവൂല, പക്ഷെ യു ആർ സപ്പോസ് ടു ലേൺ ദാറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കരമായി ബുദ്ധിമുട്ടുള്ള ഒരു കോഴ്സിൽ കൂടെ പോയിട്ട് സ്ലോലി ഹൗ ഷീ ഈസ് ബീങ് മോൾഡഡ് ഇൻ ടു വാട്ട് ദേ ആർ ട്രൈങ് ടു കൺവേർട്ട് ഹെർ ഇൻ ടു എന്നുള്ളതാണ്. അതും എക്സാക്ട്ലി സെയിം, ആ സെയിം സാധനമാണ്. ഒരാൾ പിക്കപ്പ് ചെയ്യുന്നു, ഒരു യൂണിവേഴ്സിറ്റി കൊണ്ടുപോകുന്നു, സ്റ്റഫ് ദാറ്റ് ഹാപ്പൻസ്, പീപ്പിൾ ദാറ്റ് യു മീറ്റ് ദെയർ. പക്ഷെ അപ്പാരൻ്റ്ലി ദിസ് വാസ് യുക്രൈനിയൻ നോവലാണ്. അപ്പം അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതാണ്. അപ്പാരൻ്റ്ലി ദിസ് ഇസ് വെരി ഹൈലി റേറ്റഡ്. ഐ മീൻ ഐ ലൈക്ഡ് ഇറ്റ്, ബട്ട് ഐ ഡിഡ്ന്റ് ഫൈൻഡ് ഇറ്റ് ടു ബി ലൈക്ക് എക്സെപ്ഷണൽ. നിങ്ങൾ ആരെങ്കിലും വിച്ചർ വായിച്ചിട്ടുണ്ടോ? നല്ലതാണോ? ഞാൻ കേട്ടത് നല്ലതാണ്. എൻ്റെ ഒരു പോളിഷ് ഫ്രണ്ട് ഭയങ്കര സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്തതാണ്. ഇത് റെക്കമെൻഡ് ചെയ്യുന്ന ഞാനതിന്റെ ഒരു സമയത്ത് എപ്പിസോഡ് കാണാൻ നോക്കി, എനിക്ക് ഇച്ചിരി വയലന്റ് ആണ്. വിച്ചർ ശരിക്കും പറഞ്ഞാൽ ആ ഗെയിം യൂണിവേഴ്സിനെ ബേസ് ചെയ്തിട്ടല്ലേ? ആക്ച്വലി ഒരു സീരീസ് ഓഫ് നോവൽസ് ആണ്. സോറി, ഓക്കെ. അയാളെ കണ്ടപ്പോ ഡാഡി മാൽഫോയിന് ഓർമ്മ വന്നു. ആരെ? വെള്ളത്തലമുറയൊക്കെ ഹെൻറി കാവലിനെ നെറ്റ്ഫ്ലിക്സ് സീരീസിലുള്ള
മൊത്തത്തിലുള്ള ഗെറ്റപ്പ്. മാൽഫോയിന്റെ ആരോ ആണല്ലോ, ബന്ധുവാണോ? ലൂഷ്യസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് സീസൺ ഇസ് റിയലി ഗുഡ്. വിച്ചറിന്റെ ബുക്ക് ഓഫ് ദ സീരീസ്, ടോക്കിംഗ് അബൌട്ട് ദ സീരീസ് നെറ്റ്ഫ്ലിക്സിലെ സീസൺ 1 is really good. Season 2 and 3 are really really bad. ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല, സീരീസ് നെറ്റ്ഫ്ലിക്സ് സീരീസ് മാത്രമേ അല്ല അത് കണ്ടുള്ളൂ. എന്താ പറ്റിയെന്നറിയോ, ഈ പറയണ പോലെ ഗെയിം ഓഫ് ത്രോൺസ് ഹിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അതുമാതിരത്തെ കഥകളെല്ലാം മാന്തി പൊളിച്ച് എടുത്തുകൊണ്ട് വന്നു അതുപോലെ കുറച്ച് ഉണ്ടാക്കാൻ നോക്കി. ഈ ലോർഡ് ഓഫ് ദ റിങ്സിന്റെ വണ്ടറിങ് എന്ന് പറയുന്ന സാധനം എന്റെ ഈശ്വര, എനിക്ക് 2 എപ്പിസോഡിന്റെ അപ്പുറം പോകാൻ പറ്റിയില്ല. റിങ്സ് ഓഫ് പവർ ഉം. ആ റിങ്സ് ഓഫ് പവർ അത് ഭയങ്കര ബോറായിരുന്നു. ഇറ്റ്സ് ലൈക്ക് എൻ ഇൻസൾട്ട് ടു ദ സോഴ്സ് മെറ്റീരിയൽ. പിന്നെ മിഡ് നൈറ്റ് വീൽസ് ഓഫ് ടൈം അങ്ങനെ എന്തോ ഒരു സാധനം കൂടി വന്നിരുന്നു. ഇതുപോലെ തന്നെ ഒരു സീരീസ് ആയിരുന്നു. അവരും ഇതുപോലെ മാന്തി കൊണ്ടുവന്നതാണ്. അതും പക്ഷെ ഭയങ്കര അതും ബോറിംഗ് ആയിട്ട് പോയി. അതും ബോറിംഗ് ആയിരുന്നു. ഞാൻ കണ്ടു നോക്കിയതാണ്. പക്ഷെ മെച്ചമില്ല. പലപ്പോഴും കാണുന്നത് വെച്ചാൽ ഈ വോക്ക് അജണ്ട എന്ന് പറയുന്നത് സത്യമാണ്. ആ ഒരു മെസ്സേജിങ് ഇതിനകത്ത് ഇടിച്ചു കയറ്റാൻ അവർ ശ്രമിക്കുന്നുണ്ട്. മോഡേൺ ഐഡിയാസ് ഒക്കെ അതൊരു ഭയങ്കര പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഭയങ്കര യു ഡോണ്ട് preachy ഡു ഇറ്റ് ആണ്. ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് ഇറ്റ്, യു ഹാവ് ടു സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ് ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് ഇറ്റ്. അത് ഇപ്പം മലയാളത്തിലും വരുന്നുണ്ട്, വെറുതെ LGBT കുത്തിക്കയറ്റുക. അവരവിടെ ഉണ്ട്, ബട്ട് വാട്ട് യു ആർ ട്രൈയിങ് ടു ഡു ഈസ് എ ഡിസർവീസ് ടു ദം. ഈ ഹാരി പോട്ടറിന്റെ പുതിയ സീരീസിന്റെ കാര്യം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കാസ്റ്റിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. സ്നേപ്പ് ഇസ് ടു ബി പ്ലേഡ് ബൈ an African American actor, which is opposite, quite opposite. I mean, ഇല്ല, അങ്ങനെ റേസിന്റെ കാര്യം പറയുകയല്ല. You know how Snape is portrayed in the book and in the film. ഒരു പെയിലായിട്ടൊരു ഒരു മനുഷ്യൻ, ലൈക്ക് അത് പറയുന്നത് തന്നെ സ്നേപ്പ് എന്നാണ്. നിവലസ് സ്നേപ്പ്. ഒരു ഡാർക്ക് കോംപ്ലക്ഷൻ ഉള്ള ഒരാളെ എങ്ങനെ, സ്കിൻ കളറിനെ പറ്റിയാണ് വീണ്ടും പറയുന്നത്, എന്നാലും എങ്ങനെ അങ്ങനെ പോർട്രേ ചെയ്യാൻ പറ്റും? അത് ഓക്കെ. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഷേക്സ്പിയറിന്റെ ഡ്രാമയൊന്നും അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊന്നും ഒരിക്കലും പ്ലേ ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം നമ്മളൊക്കെ ലൈക്ക് റോമിയോ ജൂലിയറ്റോ ഒന്നും നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്ന, അപ്പൊ ദിസ് ഇസ് എൻ അഡാപ്റ്റേഷൻ എന്ന് വിചാരിച്ച്, സോ വി നീഡ് ടു, ബിക്കോസ് നമ്മൾ ഈ ബുക്ക് വായിച്ച് വളർന്നത് കൊണ്ട് നമുക്ക് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ എംബെഡഡ് ആണ്. മൂവി കണ്ടിട്ട് സ്നേപ്പ് നമ്മുടെ തലയിൽ എംബെഡഡ് ആണ്. ടു ഇമാജിൻ സമ്മൺ എൽസ് ഇസ് സ്നേപ്പ് നമുക്ക് പറ്റാത്തതും ആവാം അത്. സോ ഐ എം നോട്ട് റിയലി ഫസ്റ്റ് അബൌട്ട് ദാറ്റ്. പക്ഷെ വോക്ക്നെസ് കുത്തിക്കയറ്റുന്നതിനോട് അവിടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നമുക്കിത് ഈ ഡയലോഗ് മുഴച്ചു നിൽക്കുന്ന ചില വോക്ക്നെസ് ഉണ്ട്. അല്ല, ഇത് ഇവിടെയും വോക്ക്നെസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഇവർ കേൾക്കുന്ന ഏറ്റവും വലിയ പഴി എന്ന് പറയുമ്പോൾ, ക്രിയേറ്റേഴ്സ്, അതായത് അഡാപ്റ്റ് ചെയ്യുന്നവർ കേൾക്കുന്ന പഴി എന്ന് പറയുമ്പോൾ വൈറ്റ് വാഷ് ചെയ്യുന്ന പരിപാടിയാണ്. അതിനെ എഗെയിൻസ്റ്റ് ചെയ്തതായിരിക്കാം. അതേപോലെ ജെൻഡർ സ്വാപ്പിംഗ് പല സ്ഥലത്തും ഈ പറഞ്ഞ ഹാരി പോട്ടറിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഏതോ ഒരു ക്യാരക്ടറിനെ ജെൻഡർ സ്വാപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അപ്പൊ ചില കാര്യത്തിലൊക്കെ നമ്മൾ റേസ് സ്വാപ്പ് ചെയ്താലും വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല. അപ്പം നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ്, നെറ്റ്ഫ്ലിക്സിലാണെന്ന് തോന്നുന്നു, ട്രോയ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. അത് ഏക്കിലിസ് ഒരു കറുത്തവർഗക്കാരനാണ്, സബ് സഹാറൻ ആഫ്രിക്കൻ. ബട്ട് it works. So one thing is that ചെറിയൊരു ഹിസ്റ്റോറിക്കൽ ബേസിസ് ഉണ്ട്. പണ്ട് കാലത്ത് ഈ ഗ്രീക്ക് വേൾഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് നോട്ട് ആക്ച്വലി കൺഫൈൻഡ് ബൈ ലാൻഡ്, ഇറ്റ്സ് കൺഫൈൻഡ് ബൈ ദ മെഡിറ്ററേനിയൻ സീ. അപ്പം സൗത്ത് യൂറോപ്പ്, നോർത്ത് ആഫ്രിക്ക, ആ ഒരു ബേസിസിലായിരുന്നു കണ്ടോണ്ടിരുന്നത്. സോ അഗൈൻ നോർത്ത് ആഫ്രിക്കയിൽ കറുത്തവർഗക്കാർ ആ സമയത്ത് കുറവാണ്. എങ്കിൽ പോലും ഇറ്റ്സ് somewhere you can bend the rules, and in that series it's okay, it works fine. അതേപോലെ ഈ റേസ് സ്വാപ്പ് ചെയ്ത ക്യാരക്ടറാണ് നിക് ഫ്യൂറി. that also is fine. We haven't seen that. പക്ഷെ ഒരു മെയിൻ ക്യാരക്ടറിന്റെ if it gets too embedded in your mind, right, ഒരു റേസ് ചേഞ്ച് എന്ന് പറയുമ്പോൾ it's a bit I get it is a bit drastic. Where it gets unforgivable is when ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ബാക്കിയുള്ളവർ കാണുമ്പോൾ ഞാൻ എത്തി നോക്കിയിട്ടേ ഉള്ളൂ. ബ്രിജർട്ടൺ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. ഐ തിങ്ക് ദ റോയൽസ് ഇൻ ദാറ്റ് ആർ ബ്ലാക്സ്. സോ ദാറ്റ്
actually is very jarring because ആ ഡ്രോയിങ്സ് സമയത്ത് എല്ലാരും ബ്ലാക്ക് അല്ല, ഈ റാണി മാത്രമേ ബ്ലാക്ക് ഉള്ളൂ. ബ്ലാക്ക് ഉള്ളത്. ബട്ട് ദാറ്റ്സ് ഹാർഡ് ടു ഹസ്ബൻഡ് ആക്സെപ്റ്റ്. സി ബ്രിട്ടൻ എന്ന് പറയുമ്പോൾ പൊതുവേ ദാറ്റ് ഇല്ലല്ലോ, ഇല്ലേ. ടൂൺ എന്തോ അല്ലേ അവർ പറയുന്നത്, ബ്രിട്ടൻ ആണെന്ന് they never said ആ ബുക്കില്. Again, it's jarring because it's mainly ഒരു യൂറോപ്യൻ സെറ്റിംഗ് ആണ്. അവിടെ എന്തായാലും ഇറ്റ്സ് വെരി ഹാർഡ് ഫോർ എ ബ്ലാക്ക് പേഴ്സൺ ടു ക്ലൈംബ് ഇൻ ടു നൊബിലിറ്റി റോയൽറ്റി. ആൻഡ് ഈവൻ ഇഫ് ഹി ഓർ ഷീ ഡസ്, സ്റ്റിൽ അതിന്റെ ഒരു ഏച്ച് കിട്ടൽ ഉണ്ടായിരിക്കും റേസിന്റെ. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഫ്രാൻസിലൊക്കെ ബ്ലാക്സിന് നല്ല പൊസിഷൻ കിട്ടിയിരുന്നു. അലക്സാണ്ടർ ഡൂമ അൺലൈക്ക് അതാണല്ലോ ആ പ്രശ്നം ഉണ്ടായിരുന്നത്. വാറിന് പോയപ്പോ അലൈഡ് ഫോഴ്സസ് വന്നപ്പം they said blacks cannot അത് come into അത് ഫോർട്ടീസിനൊക്കെ ശേഷം, അത് അമേരിക്കൻസുമായിട്ടുള്ള ഇതില് ആ സമയത്ത് ആ വേൾഡിൽ റേസസും ഉണ്ട്. ഉണ്ട്, പക്ഷെ they were not treated. segregation ഇല്ല ഉണ്ടായിരുന്നു. ഇല്ല. പക്ഷെ സ്ലേവറി ഒക്കെ തുടങ്ങിയത് ഇവരൊക്കെ തന്നെയല്ലേ. ഇവര് വിട്ട സീൻ വിട്ടു, മറ്റവര് ഏറ്റെടുത്തു. സോ ഐ തിങ്ക് ഈവൻ ദോ റോയൽറ്റിയിലേക്ക് ആക്സെപ്റ്റ് ചെയ്തെങ്കിലും സ്റ്റിൽ അതിന്റെ ഒരു മുറുമുറുപ്പോ റെസിസ്റ്റൻസോ എവിടെയെങ്കിലും സൊസൈറ്റിയിലെ പല ഭാഗത്തും കാണേണ്ടതാണ്. സോ ടോട്ടലി റേസ് ബ്ലൈൻഡ് ആകുമ്പോഴാണ് ഒരു പ്രശ്നമാവുന്നത്. പക്ഷെ ബ്രിജിറ്റൻ is set on the fact that എല്ലാ റേസിനും ക്യാരക്ടേഴ്സ് ഉണ്ട്, ലൈക്ക് ഇന്ത്യൻസ് ഉണ്ട്, ഏഷ്യൻസ് ഉണ്ട്. സോ ഇറ്റ്സ് നോട്ട്, ഐ തിങ്ക് അങ്ങനെ അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ക്വീൻ ആയിട്ട് അവരെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അവിടെ റേസിനെ കുറിച്ച് കോൺവെർസേഷൻ ഇല്ല. വേർ യു ആർ ഫ്രം നോ, എല്ലാരും they behave like English people but they from different backgrounds. Maybe I'm not thinking about Bridgerton exactly. Could be another series or Bridgerton തന്നെയായിരിക്കും, കാരണം Bridgertonല് ബ്ലാക്ക് ക്വീൻ ആണ്. But sometimes when you cast a black person into a quasi historical series or a section, it can't be totally race blind, because ആ സമയത്ത് റേസ് മാറിയാ കഴിഞ്ഞാൽ അതിന് കോൺസിക്വൻസസ് ഉണ്ടാവും. That was one of that they raise, because people 50 years down the line would think historically ബ്രിട്ടനില് ഇവരൊക്കെ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്തിരുന്നു എന്നും ഇതൊരു വളരെ ഒരു ഹാർമോണിയസ് സൊസൈറ്റി ആണെന്നും വിശ്വസിക്കാൻ ഫാർ-ഫെച്ച്ഡ് ആർഗ്യുമെന്റ് ആണ്. പക്ഷെ ഹിസ്റ്ററി അറിയാവുന്നവർക്ക് അറിയാം അങ്ങനെയൊന്നും അല്ല. ഇന്ത്യൻസ് നോട്ട് അലൗഡ് ഓടി വെച്ച ടീംസ് ആണെന്ന്. പക്ഷെ അത് ഒരു തരത്തിൽ ഹിസ്റ്ററി ഇറേഷൻ ആണ്. വേറൊരു എക്സാമ്പിൾ പറയാം. അമേരിക്കക്കാര് സ്ഥിരം ഫ്രഞ്ചുകാരെ കളിയാക്കത്തിയാണ്, യു ആർ സറണ്ടർ മങ്കീസ്, ഇഫ് ഇറ്റ് വെയർ ഫോർ അസ് യു ഗൈസ് വുഡ് ബി സ്പീക്കിംഗ് ജർമ്മൻ, അങ്ങനെയൊക്കെ. അവരുടെയൊക്കെ ഒരു പോപ്പുലർ ഹിസ്റ്ററിയിലും ഒരു നാഷണൽ കോൺഷ്യസ്നെസ്സിലും വേൾഡ് വാർ 2 ജയിച്ചത് അവരാണ്. പക്ഷെ വേൾഡ് വാർ 2 ശരിക്കും ജയിച്ചത് സോവിയറ്റ് റഷ്യയാണ്. ജർമ്മനിയെ തകർത്തത് അവരാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചത് അവിടെ നിന്നാണ്. അവർക്ക് ശേഷം അല്ല അതില് വേറൊരു വേർഷനും കൂടെ ഉണ്ട്. സി വാട്ട് അമേരിക്ക ഡിഡ് വാസ് അമേരിക്കൻസ് വർക്ക്ഡ് അറൗണ്ട് ദ ക്ലോക്ക് ആൻഡ് പ്രൊഡ്യൂസ് ദ അമ്യൂണിഷൻ. അതിന്റെ ഒരു കോൺസ്റ്റന്റ് സപ്ലൈ ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രിയൽ അമേരിക്ക സപ്പോർട്ടഡ് 2/3 of ammunition was supplied by the US. അല്ല, മെറ്റീരിയൽ സപ്പോർട്ട് കൊടുക്കുന്നത് ഇന്ത്യയാണ് കേട്ടോ, അതൊന്നും മറക്കരുത്. മെറ്റീരിയൽ സപ്പോർട്ട് കൊടുക്കുന്ന വേറെ. ഈ ഒരു വാർ ഉണ്ടാകുന്ന ഒരു ജനറേഷൻ ട്രോമ ഒക്കെ കാര്യങ്ങളൊക്കെ അവരെ എഫക്ട് ചെയ്യുന്നില്ല അത്ര. അത് അഫക്ട് ചെയ്യുന്നത് സോവിയറ്റ് റഷ്യ, UK, ഇന്ത്യക്കൊക്കെ UK-ക്കാട്ടി കൂടുതൽ ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയാണ്. അതിനൊക്കെ 18ാമത്തെ സ്ഥാനം എങ്ങാണ്ടേ ഉള്ളൂ US. പക്ഷെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളാണ് യുദ്ധം ജയിച്ചത്. അവരുടെ മൂവീസ് ഒക്കെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. നമ്മളെ U571 എന്ന് പറഞ്ഞൊരു മൂവി ഇല്ലേ, അത് ബേസിക്കലി ഒരു സബ്മറീൻ പോയിട്ട് എനിഗ്മ മെഷീൻ പിടിച്ചെടുക്കുന്നതാണ്. അത് ആക്ച്വലി ബ്രിട്ടീഷ് കമാൻഡോസ് ആണ് ചെയ്യുന്നത്, പക്ഷെ സിനിമയിൽ അമേരിക്കൻസ്. അപ്പൊ അങ്ങനെ സാധാരണ അമേരിക്കൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളാണ് മുന്നിൽ ഇറങ്ങി നിന്ന് വേൾഡ് വാർ 2 ജയിപ്പിച്ച്. ആക്ച്വലി ഇവിടെ വളരെ ലേറ്റ് ആയിട്ട് വേൾഡ് വാർ 2 ജോയിൻ ചെയ്തിട്ട് ക്രെഡിറ്റിലും കൊണ്ടുപോയ ആൾക്കാരാണ്.
അതിപ്പോ പാകിസ്ഥാൻ കാർഗിൽ വാർ അവർ ജയിച്ചു എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറക്കിയായിരുന്നു അവിടെ തന്നെ. പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ ഒരു ഫിലിം ഇറങ്ങിയായിരുന്നു അവിടെ. അതേത് പിന്നെ പടം? എനിക്ക് അതുപോലെ കാണണമല്ലോ. അത് എനിക്കറിയില്ല, അത് യൂട്യൂബിൽ അങ്ങനെ ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ എന്നാൾ ആരോ അത് മെൻഷൻ ചെയ്തിട്ടായിരുന്നു. അതുപോലെ ഈ ചൈനീസ് പ്രൊപ്പഗാൻഡ മൂവീസ് ഒരുപാടുണ്ട്. അവർക്ക് ഇതുപോലെ വാർ മൂവീസ് ഒരുപാടെണ്ണം ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, നമ്മൾ പോലും വിചാരിച്ചു പോകും, ഇത്രയും അവരിത്രയും പാട്രിയോട്ടിക് ആണോ, ഇത്രയും എന്താ പറയുക, നല്ല ആളുകളാണോ. അതൊക്കെ അവരവർക്ക് അവർ നല്ല ആൾക്കാരാണ്. നമ്മുടെ ബോർഡറിനകത്തിരിക്കുമ്പോൾ എല്ലാവരും നമുക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഒരു ആൻസാക് ഡേ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, ബ്രിട്ടനിലും സെലിബ്രേറ്റ് ചെയ്യുന്ന. അതായത് വേൾഡ് വാർ 1 ഓസ്ട്രേലിയ ന്യൂസിലൻഡിൽ നിന്ന് പോയ ട്രൂപ്സ് അവർ വേൾഡ് വാർ 1 അവരെ സപ്പോർട്ട് ചെയ്ത് അതിൽ മരിച്ച അല്ലെങ്കിൽ വാറിൽ പങ്കെടുത്ത സോൾജേഴ്സിനെ ഇത് ചെയ്യണ ഒരു ഡേ ഉണ്ട്, ആൻസാക് ഡേ. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഗ്രേറ്റ്. നിങ്ങൾക്ക് ഓസ്ട്രേലിയ ന്യൂസിലൻഡിലെ ആൾക്കാരെ നിങ്ങൾക്ക് റിമെമ്പർ ചെയ്യാമെങ്കിൽ, സ്വന്തമല്ലാത്തൊരു വാറിന് 1,00,000-ഓളം ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് അവർ. ദേ ഡോണ്ട് ഹാവ് എ ഡേ ഫോർ ഇറ്റ്. ഈ ആൻസാക് ഡേയിൽ വേണമെങ്കിൽ കോമൺവെൽത്തിൽ അവർക്ക് കമമറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ആൻഡ് എനിക്ക് എവറി ഡേ ആൻസാക് ഡേ കംസ് ആൻഡ് ലൈക്ക് യെസ്, ഇവിടെ നിന്നുള്ള ആൾക്കാർ പോയിട്ടുണ്ട്. ഇവരുടെ വോറ് പോലും അല്ലായിരുന്നു. ഇവർക്ക് ഇവിടുന്ന് പോകേണ്ട ഒരു കാര്യമില്ല. ഇന്നും ആലോചിച്ച് നോക്കണം, ഇവിടുന്ന് ബ്രിട്ടൻ വരെ എത്തുമ്പോൾ ചിലപ്പോൾ വോറ് തീർന്നു പോയിട്ടുണ്ടാവും. അത് പോണ വഴിക്ക് ആൾക്കാരും മരിക്കാം, പലതും സംഭവിക്കാം. എന്നിട്ടും ദേ വാണ്ടഡ് ടു ഫൈറ്റ് ഫോർ ദ ക്രൗൺ. ഇവിടുന്ന് പോയ ആൾക്കാരുണ്ട്, എൻലിസ്റ്റ് ചെയ്ത് പോയ ആൾക്കാരുണ്ട്. ലോട്ട് ഓഫ് പീപ്പിൾ ഡിൻ കം ബാക്ക്. കമമറേറ്റഡ് ആണ്, ഗ്രേറ്റ്. നമുക്ക് പക്ഷേ സബ് നമുക്ക് എന്താ കോണ്ടിനെന്റ് ഉള്ളത്? ഇത് ബ്രിട്ടൻ നീഡ്സ് ടു അക്നോളജ്. അവരുടെ വാറിന് നമ്മുടെ ആൾക്കാർ പോയിട്ടുണ്ട്. ദാറ്റ് നീഡ്സ് ടു ബി അക്നോളജ്. ഫർഗെറ്റ് അബൌട്ട് എവറിഥിങ് ദേ ടുക്ക് ആൻഡ് ഓൾ ദാറ്റ്. അതൊക്കെ വിട്, ഇതൊന്നും വേണ്ട. അറ്റ്ലീസ്റ്റ് ഇതൊന്ന് അക്നോളജ് ചെയ്യാവോ ഒന്നൊരു പബ്ലിക് സ്പേസിൽ? നിങ്ങളുടെ ട്രൂപ്സ് ഇത്രയും ആൾക്കാർ, ഇവരുടെ ഈ എന്താ പറയുക, ഞങ്ങളുടെ ആർമി പോയി ജയിച്ചു എന്ന് പറഞ്ഞതല്ല, 60-70% ഇന്ത്യക്കാരാണെന്ന് അവർക്ക് അക്നോളജ് ചെയ്യുന്നത് അത്ര ബുദ്ധിമുട്ട്. അപ്പൊ ഇതൊക്കെ ഈ വാർ മൂവീസിൽ ചില ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടോ? വേൾഡ് വാറിന്റെ മൂവീസിൽ ഇന്ത്യൻ ട്രൂപ്സ് അലൈഡ് ഫോഴ്സസിൽ വെള്ളക്കാരല്ലാണ്ട്? വളരെ റെയർ ആയിട്ട് ചിലയിടത്തൊക്കെ ഒരു സിക്കുകാരനെ കൊണ്ട് വെക്കും അവിടെ ഇവിടെയൊക്കെ, ഒരു ടർബൻകാരനെ. 1917 1917, യെസ്. ഒരുപാട് ക്രിറ്റിസിസം നമ്മുടെ നോളന്റെ ഫിലിം വന്നപ്പോഴും വന്നതാണല്ലോ, ഇന്ത്യക്കാരെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എവിടെ? ഡൺകിർക്ക്. ഇത് ഡൺകർക്ക്. പിന്നെ ടു ഗീവ് ദ ഡെവിൾ ഹീസ് ഡ്യൂ എന്ന് പറയാനായിട്ട് ചെറിയ തോതിൽ ഒരു അക്നോളജ്മെന്റ് ഉണ്ട്. നത്തിങ് ഓൺ ദാറ്റ് സ്കെയിൽ. ലൈക്ക് ബ്രിട്ടനിൽ ഇപ്പോഴും കുറെ മോണുമെന്റ്സ് ഉണ്ട്. ലൈക്ക് ഇഫ് യു ഗോ ദെയർ നമുക്ക് കാണാം, അതിനകത്തുള്ള പേരുകളെല്ലാം ഒന്നെങ്കിൽ ഇന്ത്യൻസ് അല്ലെങ്കിൽ പാകിസ്ഥാനീസ് സബ് കോണ്ടിനെന്റിലെ പേരുകളാണ്. ഇവിടെ ഇന്ത്യ ഗേറ്റും ആക്ച്വലി ഐ തിങ്ക് ഇറ്റ്സ് എ മെമ്മോറിയൽ ഫോർ ഫൈറ്റേഴ്സ് ഓഫ് ദ വേൾഡ് വാർ 2. പക്ഷെ ഒരുപാട് മൂവീസും കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ബ്രിട്ടനിലെ ആ സമയത്തുള്ള ആൾക്കാരുടെ ട്രോമയും കാര്യങ്ങളും, അവരുടെ റെസിസ്റ്റൻസ്, ചർച്ചിലിന്റെ നേതൃത്വത്തിൽ അവള് റെസിസ്റ്റ് ചെയ്ത കഥയും ഭയങ്കര കാര്യമായിട്ട് അവർ പറയുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മള് കൊടുത്ത സാക്രിഫൈസിനെ കുറിച്ച് കഥകൾ കുറവാണ്. ഒന്ന് ഞാൻ നോട്ടീസ് ചെയ്തത് ഭയാനകം എന്ന് പറഞ്ഞ മൂവിയാണ്. ഞാൻ പറഞ്ഞിട്ടില്ല മുമ്പ്, കുട്ടനാട്ടിലെ ഒരു ഗ്രാമം മൊത്തം ആൾക്കാര് പട്ടാളത്തിൽ ചേർന്നതാണ്. അപ്പോഴാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതും പിന്നീട് മൊത്തം വരുന്നത് ടെലഗ്രാംസ് ഡെത്തിനെ കുറിച്ചാണ്. അവർ ആ പോസ്റ്റ്മാനെ ഓടിക്കുന്നതും. സോ പക്ഷെ വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ലിറ്ററേച്ചർ ഓൺ ദാറ്റ്. നമ്മളും ഡൗൺ പ്ലേ ചെയ്യാണ്, കാരണം ഇതൊരു യൂറോപ്യൻ പവേഴ്സിന്റെ യുദ്ധത്തിൽ നമ്മൾ കൂലി പട്ടാളക്കാരായിട്ട് പോയെന്നുള്ളൊരു കോംപ്ലക്സ് നമുക്കുണ്ട്. This actually makes me very furious. The entire topic makes me very angry that how much colonial you just not. And ഇന്നത്തെ ഇത് all sorts of നമ്മുടെ മൂവീസും എന്താ പറയാ, ഇതൊന്നും വിഷ്വൽ മീഡിയ ഇസ് നോട്ട് ഡൂയിങ് us any favors by ഈ പറഞ്ഞമാരെ. It's sort of erasure of history, saying that Europeans fought the war. Europeans fought the war, but they also had troops. മറ്റേ ഇപ്പത്തെ ഇംഗ്ലീഷ് കൃത്യന്മാർ തന്നെയാ, പേര് ഇംഗ്ലണ്ട് എന്നേ ഉള്ളൂ, കളിക്കുന്ന മുഴുവനും ബാക്കി രാജ്യത്തെ ആൾക്കാരാ, ബാക്കി അത്രേ ഉള്ളൂ. അത് അക്നോളജ് ചെയ്യുന്നില്ല എന്നുള്ളതിൽ എനിക്ക് പ്രതിഷേധമുണ്ട്.
എനിവേസ് ഇനിയുണ്ട് ഒരുപാട് ടോപ്പിക്സ്. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്ത് അടുത്ത എപ്പിസോഡ് തിരികെ വരാം. യെസ്. Thank you all. This is Edapram signing off. Sandeep, Lekha, Anup, and Krishnakumar.